രണ്ടാം ദിവസം കൊട്ടിക്കേറാൻ പോവുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളുമായി ഞങ്ങൾ ഇപ്പോൾ മുതൽ ഇനി രാത്രി വരെ നിങ്ങൾക്കൊപ്പം പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. നമ്മൾ ഒരുപാട് കുട്ടി താരങ്ങളെയും എല്ലാവരും പരിചയപ്പെടുത്തും അല്ലെ, പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഒന്നിരണ്ട് പേരുടെ തയ്യാറായി നിൽക്കുന്നുണ്ട്, എത്തിക്കാം അവരേക്ക്. പക്ഷേ അതിനു മുമ്പ് നമുക്കപ്പോൾ ഔദ്യോഗികമായി നമുക്കങ്ങ് തുടങ്ങാം. അതെ, സ്വാഗതം കലകലാരവത്തിലേക്ക്. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ആശ്രാമ മൈതാനിയിലെ പ്രധാന വേദിക്ക് മുമ്പിലാണ് ഞങ്ങൾ ഉള്ളത്. ONV സ്മൃതി വേദിയാണ് ഇത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഒരുപാട് ആളുകൾ രാവിലെ തന്നെ എത്തുന്നുണ്ട്, നമ്മുടെ കലാപ്രതിഭകൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം അതിഥികളെയൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം നമുക്കൊപ്പം ഒരു താരം രാവിലെ തന്നെ താരം ഐശ്വര്യയായിരിക്കും, നമ്മുടെ താരമാണ്. എന്തായാലും നമ്മൾ മറ്റൊരു താരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഐശ്വര്യ ഞാൻ പരിചയപ്പെടുത്താം. വയനാട്ടുകാരനാണല്ലേ? പേര് മോൻ തന്നെ പറ. മിസബ് മൊയ്തീൻ, ഒരു വെറൈറ്റി പേരാണ്. എന്തായാലും കാണുന്ന പോലൊക്കെ തന്നെ കയ്യില് ഗിറ്റാറുണ്ട്. അവൻ ഗിറ്റാർ സ്പെഷ്യലിസ്റ്റ് ആണ്, അപ്പൊ നന്നായി വോക്കലും ചെയ്യും. അപ്പൊ 2 മത്സരവും ഉണ്ടല്ലേ? ഗിറ്റാർ കഴിഞ്ഞില്ലേ? ഇല്ല, ഗിറ്റാർ ഇന്ന് 9:30. ഓക്കെ, അപ്പൊ ഇന്ന് 9:30 മത്സരിക്കാൻ പോവാണ്. ബെസ്റ്റ് വിഷസ്, തകർക്കണം കേട്ടോ. അപ്പോ ഈ വോക്കൽസ് എന്താ? വോക്കൽസ് സൺഡേ. ഓക്കെ, അപ്പൊ ഇരുന്ന് പെർഫോം ചെയ്യാനാണ് മിസാബിന് താല്പര്യം തോന്നുന്നു. എന്താ ആര്യ? അപ്പൊ നമുക്ക് കുറച്ച് സംഗീതത്തിലൂടെ തുടങ്ങാം അല്ലെ? അതെ. അപ്പൊ മിസാബ് എങ്ങനെയാ എത്ര നാളായി ഈ സംഗീതത്തിലേക്ക് വന്നിട്ട്? ഞാന് കർണാട്ടിക് പഠിക്കൽ തുടങ്ങിയിട്ട് ഇപ്പോ 6 months ആയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ പണ്ട് മുതലേ ഗ്രൂപ്പ് സോങ്ങിനൊക്കെ ചേരാറുണ്ട്. അങ്ങനെ എനിക്ക് കുറച്ച് വോക്കൽസ് ഒക്കെ എനിക്ക് സെറ്റ് ആയിരുന്നു. പിന്നെ ഗിറ്റാർ ഇപ്പൊ ഞാൻ 8 years ഓളായി. ഞാന് 2nd standard മുതൽ പഠിക്കാൻ തുടങ്ങി. ഇനിയിപ്പം കർണാട്ടിക് മ്യൂസിക്കിലാണോ അടുത്ത വോക്കൽസിലെ കോമ്പറ്റീഷൻ ഉള്ളത്? സാൻസ്ക്രിറ്റ് ഗാനാലാപനം. ഓ, ശരി. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സംസ്കൃതം ഭാഷയായിട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണോ സംസ്കൃത ഗാനാലാപനം തെരഞ്ഞെടുത്തത്? ഞാൻ ചോദിക്കട്ടെ, ഈ എല്ലാവരും ഇപ്പോ അധികം മത്സരിക്കാൻ ആളില്ലാത്ത ഇവന്റ് ചൂസ് ചെയ്യും, അങ്ങനത്തെ ഒരു ലക്ഷ്യം ചെറുതായിട്ട് ഇതിന് പിന്നിലുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ വർഷം സംസ്കൃതത്തിന് കൂടി, കഴിഞ്ഞ വർഷം ജില്ലയിൽ 2nd ആയി പോയി. പിന്നെ അത് ഈ പ്രാവശ്യം പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് ടീച്ചേഴ്സും സപ്പോർട്ട് ചെയ്തു, പാരന്റ്സും സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാനും പിന്നെ എന്തോ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഈ പണ്ടത്തെ പോലെ ഈ 1st 2nd ഇല്ല, അങ്ങനെ കലാപ്രതിഭ അങ്ങനെ ഒരു പട്ടം അതിനു വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ ഈ എണ്ണം കൂട്ടുക എന്നുള്ള പരിപാടി ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇല്ല. അവർക്ക് കഴിവുള്ള മേഖലയിൽ നന്നായി പെർഫോം ചെയ്യുക, A grade വാങ്ങിക്കുക എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഇവിടെ വരുന്ന കലാപ്രതിഭകളെല്ലാം എത്തുന്നത്. അല്ല, അപ്പൊ മിസാബിന്റെ സ്കൂളിന്റെ പേര് ചോദിക്കാം. ഏതാ സ്കൂള്? ഞാൻ സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബത്തേരി. അതിന്റെ ഒരു കോളേജ് പറഞ്ഞതോ? അത് ഞങ്ങളുടെ സ്കൂളിന്റെ പേര് കോളേജ് കോളേജ് സ്കൂളിനാണ്. സ്കൂളിലല്ലേ? ഓക്കെ, അത് കൊള്ളാം. അപ്പൊ എന്താ നമുക്ക് ഗിറ്റാറിൽ എന്താ ആദ്യം മിസാബ് നമുക്ക് വേണ്ടി ചെയ്യാം? ഞാന് ഇപ്പൊ ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു കുറച്ച് ഭാഗം ചെയ്തത്. ഓക്കെ, അതിന്റെ ഒരു ഷോർട്ട് വേർഷൻ. ഓക്കെ. ഓക്കെ, നൈസ് അല്ലേ? അപ്പോ ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം മ്യൂസിക് ഏതാ ഈ ഗിറ്റാറിൽ പ്ലേ ചെയ്യാൻ? ഞാൻ ഗിറ്റാറിൽ അങ്ങനെ ഫിലിം മ്യൂസിക്സ് ഒന്നും പ്ലേ ചെയ്യാറില്ല.
വെറുതെ ഓരോന്നൊക്കെ ചെയ്യും. ഭയങ്കര സൗമ്യനായിട്ടോ അതെ, സാറേ, അതെ, അതെ, ഇങ്ങനെ അതെ. സംസാരത്തിലൊക്കെ ഭയങ്കര ഭയങ്കര calmആയിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയാണല്ലോ എല്ലാവരോടും. വീട്ടിലൊക്കെ ഇത്ര സൈലന്റ് ആണോ അതോ വീട്ടിൽ സൈലന്റ് ആണോ? അങ്ങനെയൊക്കെ ചെയ്യാൻ വീട്ടിലും സൈലന്റും വൈലന്റും രണ്ടും കൂടെ ആണല്ലേ? ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ഒരു ഓവർ ഭവ്യതയാണ്. അങ്ങനെയൊന്നുമില്ല. ഓ അങ്ങനെയൊന്നുമില്ല. ശരി, അപ്പൊ ഏതെങ്കിലും ഒരു നല്ല നോട്ട് പ്ലേ ചെയ്യാൻ പറ്റുമോ? ഈ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഓർമ്മയിൽ കിട്ടുന്ന ഒരു ചെറിയൊരു പീസ്. നോട്ടായിട്ട് പ്ലേ ചെയ്യണോ അല്ല ഞാൻ വോക്കൽസ് പാടിയാണ്? ഓക്കെ, വോക്കൽസ് പാടിയാൽ മതി. ഓക്കെ. കണ്ണോട് കാൺപതെല്ലാം തലൈവാ കൺகளுக்கு சொந்தமில்லே நீ கண்களுக்கு சொந்தமில்லே கண்ணோடு மணியானா அது நான் என்னை விட்டு பிரிவதில்லை நீ என்னை விட்டு பிரிவதில்லை. നിർത്തരുതായിരുന്നു. നിർത്തി എന്തിനാ പെട്ടെന്ന്? ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങള് ലയിച്ചു വരികയായിരുന്നു, പെട്ടെന്ന് നിർത്തിക്കളഞ്ഞ്. അല്ല കുഴപ്പമില്ല, നമുക്ക് വേറൊരു പാട്ടോട് പാടിക്കാം. ഓർമ്മ കൂടി പാടേണ്ടി വരും. ഞാൻ എന്റെ വോക്കൽസ് പാടാം. ഞാനിവിടെ കോമ്പറ്റീഷനുള്ള അത് പാടിയതോ സംസ്കൃതവും ദൈവമേ. ഓക്കെ നോക്കാം. അതിന്റെ കുറച്ച് ഹൈ പോകുന്ന ഭാഗം ഞാൻ പാടും. ഓക്കെ. ചൈത്രനിശീതേ ഉദിതേ ചന്ദ്രേ വിജനേ ശൂന്യേ വൃന്ദാരണ്യേ ചൈത്രനിശീതേ ഉദിതേ ചന്ദ്രേ വിജനേ ശൂന്യേ വൃന്ദാരണ്യേ വിരഹാർത്തേവ പ്രലപതി രാധാ കൃഷ്ണ കുത്രേദി വിരഹാർത്തേവ പ്രലപതി രാധാ കൃഷ്ണ കുത്രേദി വിരഹാർത്തേവ പ്രലപതി രാധാ കൃഷ്ണ കുത്രേദി കൃഷ്ണ 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 അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ. ബാക്കിൽ നിന്ന് ചേട്ടന്മാർക്ക് വരെ കൈ അടിച്ചിട്ടുണ്ട് കൈ കേട്ടോ. അടിച്ചിട്ട് പോകുന്നു. ഇത്ര അപ്രീസിയേഷൻ അല്ലേ വലിയ? ഈ ഗ്രേഡിലൊക്കെ വലിയ പ്രതീക്ഷയുണ്ടോ? ഐ മീൻ അതൊക്കെയാണോ വലിയ കാര്യം? അതോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണോ? പേര് വിട്ടടാ. മിസബ്. മിസബ്. ഓക്കെ, മിസബിന്റെ ഒരു മനസ്സിൽ എനിക്ക് പാർട്ടിസിപ്പേഷൻ ആണ്. പിന്നെ പാർട്ടിസിപ്പേഷന്റെ കൂടെ നമുക്ക് ഗ്രേഡ്സ് വാങ്ങണം എന്നുണ്ടാവില്ല. കിട്ടിയ ലോട്ടറി. എന്തായാലും പാർട്ടിസിപ്പേഷൻ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുക. എന്തായാലും മിസബിന്റെ സ്കൂളിൽ നിന്ന് വേറെ ഏതൊക്കെ ഐറ്റംസ് ഇന്ന് വരുന്നുണ്ട്? എന്റെ സ്കൂളിൽ നിന്ന് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു ഇന്നലെ. ആ. പിന്നെ സ്കിറ്റ് ഉണ്ട്. പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ ഈ കലോത്സവം ഒക്കെ ആവുമ്പോഴത്തേക്ക് വലിയ ട്രെയിനിങ്ങും ഒരു 2-3 മാസക്കാലം സ്കൂളിൽ പിന്നെ ക്ലാസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഫുൾ ഒരു ഈ വൈബിലേക്ക് വരുമായിരിക്കും അല്ലേ? യെസ്, നമ്മള് പിന്നെ വട്ടപ്പാട്ടിനുണ്ടായിരുന്നു ഞാൻ. അപ്പൊ അത് ജില്ലയിൽ സെക്കൻഡ് ആയി പോയി. അപ്പൊ അതിന്റെ കുറെ നല്ല മെമ്മറീസ് ഒക്കെ ഈ ലാസ്റ്റ് 10th കിട്ടി. എനിക്കാണെങ്കിൽ ഈ എൽദോ ഈ കലോത്സവ സമയത്തെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് അറിയാം? ഈ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് എപ്പോഴും ഫുൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ചെയ്ത് മുങ്ങി നടക്കാം. അതാണ് കലോത്സവത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ഓർമ്മ എന്ന് പറയുന്നത്. ആ ഒരു വൈബായിരുന്നു. നിങ്ങളും അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം ഒക്കെ ഈ പ്രാക്ടീസിനും അതിനുവേണ്ടി ഇവരൊക്കെ കുറച്ചുകൂടി അക്കാഡമിക്കൽ കൂടിയാണ്. അപ്പോൾ പഠിക്കണം, പിന്നെ നോട്ട്സ് ഒക്കെ മിസ്സാവുന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടേ അല്ലേടെ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു 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 ചെറിയ ഒക്കലോടി. നീ മൂളിപ്പാട്ട് പാടാറില്ലേ? അല്ല, നമുക്ക് നല്ലൊരു പാട്ട് പാടി തന്നേലേ, അത് പകുതിക്ക് വെച്ച് നിർത്തിക്കണം. അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്താ. പക്ഷെ അല്ല, വേറെ ഒരെണ്ണം അടുത്തൊരു ഈ ക്ലാസ്സിലെ ഫ്രണ്ട്സിനെയൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും നമ്പറൊക്കെ അടിക്കാതിരിക്കില്ലല്ലോ നീ ക്ലാസ്സില്? ഐ മീൻ മിക്സഡ് സ്കൂളല്ലേ?
അപ്പൊ ഉറപ്പായിട്ട് നീ ഇംപ്രസ് ചെയ്യാൻ നോക്കുമല്ലോ. കുഞ്ഞോമൾ കണ്ണോളം കണ്ണീരും മായേണം നെഞ്ചോരം കുന്നോളം ചേലേറും കനവുകളുമൊരു പിടി കാവലായി വഴി തേടണം ഒരു മാരിവിൽ ചിറകേറണം ആശതൻ തേരിതിൽ പറന്നുവാനിൽ നീ ഉയരണം ഇടനെഞ്ചിലെ മുറിവാരണം ഇരു കണ്ണിലും മിഴിവേരണം നന്മകൾ പൂക്കുമീ പുലരി തേടി നീ ഒഴുകണം. ഇത്രയും നല്ല സാധനം കയ്യിൽ ഇരുന്നിട്ടാണ് നീ ഇങ്ങനെ മടിച്ചിരുന്നത്. ഈ പാട്ടാണോ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ആൾക്കാറ്? ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മിസ്റ്റർ. കാരണം ഒരുപാട് സന്തോഷം. ഇന്ന് ഗിറ്റാറിൽ ഗംഭീരമായി ചെയ്യണം, ഒപ്പം കർണാടിക് സോറി സംസ്കൃതം ഗാനാലാപനം, അത് രണ്ടിലും എ ഗ്രേഡ് കൂടി തന്നെ വയനാട്ടിലേക്ക് തിരികെ വേണ്ടി വരണം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇവിടെ എന്താ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചായിരുന്നോ? നമ്മൾ പോയിട്ട് കഴിക്കാം. ഇന്നലെ പഴയടത്തിന്റെ കലവറയിൽ പോയാ? ഇല്ല, ഞാൻ ഇന്ന് വന്നിക്കേളൂ. ഇന്നലെ ഉച്ചയ്ക്ക് പോയിട്ട് അവിടെ സദ്യ കഴിക്കണേ. അപ്പൊ നമ്മളൊപ്പം ലല്ലു ഉണ്ട്. എവിടെ നിന്നാണ്? പഴയടത്തിന്റെ കലവറയിൽ നിന്ന് അല്ലേ? ഓക്കെ ലല്ലു, ഗുഡ് മോർണിംഗ്. അവിടെ സജീവമാണോ രാവിലെ തന്നെ കലവറ? ആര്യ, എൽദോ, ഗുഡ് മോർണിംഗ്. സത്യത്തിൽ ആള് കൂടും, അല്ലെങ്കിൽ മലബാറിൽ കലോത്സവം നടത്തിയാൽ മാത്രമേ ആള് കൂടൂ എന്നുള്ള കൊല്ലം ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് തിരുത്തി എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാറുള്ളത്. കാരണം ഇന്നലെ രാത്രി പ്രധാന വേദിയിലൊക്കെ കണ്ട ജനം ഏറ്റവും അവസാനം അല്ലെങ്കിൽ വളരെ വൈകിയാണ് ഇന്നലെ രാത്രി സംഘനൃത്ത മത്സരമൊക്കെ തീർന്നത്. പക്ഷേ സകല കസേരയിലും ആളായിരുന്നു എന്നുള്ളതായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ നല്ല മഴയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ കൊല്ലത്ത് അവസാനിച്ചിട്ട് ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴയുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു കലവറയിലെ ദൃശ്യങ്ങളാണ്. രാവിലെ പഴയുടെ മോഹനൻ നമ്പൂരി ഇഡലി റെഡിയാക്കി തട്ടുകയാണ്. ആയിരക്കണക്കിന് ഇഡലികൾ രാവിലെ റെഡിയായി എന്ന അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ഇഡലിയും സാമ്പാറുമാണ് രാവിലെ പ്രഭാത ഭക്ഷണം. ഇഡലിയും സാമ്പാറും ചായയും. അപ്പുറത്ത് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ചോറൊക്കെ വയ്ക്കുന്നു. പഴയടവും അദ്ദേഹത്തിന്റെ സംഘവും സജീവമാണ്. ഏതായാലും അദ്ദേഹം വീണ്ടും കൊല്ലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വയ്ക്കാം. മോനേട്ടാ, രാവിലെ ഇഡ്ഡലി ഇതിപ്പോ എത്ര ഇഡ്ഡലി വെക്കും നമ്മൾ രാവിലെ? ഇന്നിപ്പോ ഒരു 30,000 ഇഡ്ഡലി. 30,000 ഇഡ്ഡലി തിന്നാനുള്ള ആളുണ്ട് രാവിലെ. 30,000 ഇഡ്ഡലി ഒരു 7,000 ആൾക്കാർ വന്നാൽ തീരും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അത്ര വരുള്ളൂ. എത്ര ലിറ്റർ സാമ്പാർ? 30,000. അത് നമ്മളൊരു 700 ലിറ്റർ സാമ്പാർ. ഉച്ചക്കത്തെ ഇന്ന് ഉച്ചക്ക് എന്താണ്? ഇന്ന് ഉച്ചയ്ക്ക് പായസം ഗോതമ്പാണ്. അപ്പോ പിന്നെ ചോറ് സാമ്പാർ അവിയൽ, കൂട്ടുകറി, പച്ചടി, തോരൻ, അച്ചാറ്, പിന്നെ സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, രസമുണ്ട്. വിഭവസമൃദ്ധമാണ്. 11 കൂട്ടങ്ങൾ ഉൾപ്പെട്ട സദ്യ. അപ്പൊ അതുപോലെ എത്ര പേരുണ്ട് മോനേട്ടാ സംഘത്തിൽ? നമ്മൾ 80 പേര്. 80 വരെ. അതല്ലേ. ഇപ്പൊ എനിക്ക് മോനേട്ടനായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ എൽദോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് കലോത്സവം തുടങ്ങിയ ആൾക്കാർ. ഞങ്ങള് 2006 എറണാകുളത്ത് സെന്റ് ആൽബർട്ട് സ്കൂളിൽ, എറണാകുളത്ത് ഞങ്ങൾ ഒരുമിച്ച് കലോത്സവം തുടങ്ങിയ ആൾക്കാരാണ്. മോനേട്ടൻ ഇപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് 10-20 ആയില്ലേ? ഇത് 17ാമത്തെയാണ്. അതാണ്. അപ്പോൾ നമ്മൾ വളരെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ എത്രയോ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മള് കലോത്സവമായിട്ട് നടന്നിട്ടുണ്ട്. ഈ പണ്ട് എനിക്ക് തോന്നുന്നു ഈ കലോത്സവത്തിന് മത്സരാർത്ഥികളായിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു പോയ ആൾക്കാർ ഇപ്പോൾ ഇതിന്റെ സംഘാടകരായിട്ട് പിന്നെ വന്നിട്ടുണ്ടാവും. കാരണം 17 വർഷമായില്ലേ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച ആൾക്കൊക്കെ ഇപ്പൊ ഒരു 35-36 വയസ്സായിട്ടുണ്ടാവില്ല.
ഞാനതാണ് ഈ നമ്മളിത് ഒരു വർഷം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു. എത്ര എന്തായാലും നമ്മൾ ഒരു വിവാദത്തിലുമില്ല, നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഉള്ളൂ മന്ത്രി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും കാത്തിരുന്ന പോലെ മോനേട്ടൻ തിരിച്ചു വരുന്നു. എനിക്കൊന്ന് കുറെ കൂടെ ഒക്കെ സൗകര്യമുള്ളൊരു കലവറയാണ്. വളരെ വിശാലം. അത് 7000 സ്ക്വയർ ഫീറ്റ് കിച്ചൺ മാത്രമുണ്ട്, 25000 സ്ക്വയർ ഫീറ്റ് ഡൈനിങ് ഹാളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാനുള്ള സൗകര്യം ധാരാളമുണ്ട്. ഒരേ സമയം എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നു? 2300 പേർക്ക് കൊടുക്കാം ഒരേ സമയത്ത്. ഉച്ചയ്ക്ക് എത്ര പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്? ഉച്ചയ്ക്ക് ഞങ്ങൾ 15000. പൊതുവെ ആൾ കുറവാണ്. വടക്കൻ കേരളത്തിലുള്ളതിൻ്റെ ഒരു അത്ര ഒരു പാർട്ടിസിപ്പേഷൻ തെക്കൻ കേരളത്തിലേക്ക് കാണുന്നില്ല. ഈ വടക്കൻ കേരളത്തിൽ നമുക്കറിയാം ഇല്ലേ, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരൊക്കെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര വല്ലാത്തൊരു മാസ് പാർട്ടിസിപ്പേഷൻ അല്ല. അത്ര ഒരു ഇവിടെ കൊല്ലത്ത് കാണുന്നില്ല. കൊല്ലത്ത് പക്ഷേ ഇന്നലെ രാത്രി നല്ല ആളായിരുന്നു. ഓഡിറ്റോറിയത്തിൽ നല്ല ആളുണ്ടായിരുന്നു. മെയിൻ സ്റ്റേയിൽ നല്ല ആളായിരുന്നു. ഞങ്ങൾ രാവിലെ 3:30 ചോറ് കൊടുത്തു. രാവിലെ 3:30 മെയിൻ സ്റ്റേയിലെ പ്രോഗ്രാം കഴിക്കാതെ ആൾക്കാർക്ക് കഷ്ടം. ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി, ചോറ് സാമ്പാറും മാത്രം മതി പറയും. അപ്പോൾ ആരുമില്ല. സർവീസിനുള്ള അധ്യാപകരൊക്കെ അവർ 2 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ പോയത് കേട്ടോ. പിന്നീട് ഒന്നൊക്കെ ഞങ്ങൾ ബുഫേ ആയിട്ട് എടുത്ത് കഴിച്ചാലും പറഞ്ഞ് എടുത്ത് വെച്ചു. ഈ നമ്മൾ എല്ലാ വർഷവും പറയുന്നതാണ് പൊതുവെ നമ്മൾ എന്നാലും ഈ വർഷം ഈ ആൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, കാരണം ഇത്രയും അധികം ആൾക്കാർ ഇത്രയും അധികം ദിവസം വന്ന് ഒരു ക്ഷാമവും ഇല്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് കണക്കുകളൊക്കെ ഒരു കലോത്സവത്തിന് നമുക്ക് വേണ്ടുന്ന ചെറിയ ചില സാധനങ്ങളുടെയൊക്കെ കണക്ക്. അപ്പോൾ വെറുതെ ഒന്നുമില്ല, രാവിലെ ആളുകളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വോളിയം വേണം. നല്ല വോളിയം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കിപ്പോൾ ഒരു 20 ടൺ, അത് 2000 കിലോ അരിയാണ് വേണ്ടത്. 20 ടണ്ണ് അല്ലേ, 2000 കിലോ അരി എന്ന് പറയുമ്പോഴത്തേക്ക് 20 ടണ്ണല്ല, 20 ടണ്ണാണ്. പിന്നെ നമുക്കൊരു ഏതാണ്ട് അത്ര തന്നെ ഒരു 15 ടണ്ണ് പച്ചക്കറി. ഒരു പ്രൊവിഷൻസിൻ്റെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അത് തന്നെ അത്ര വരും. 15 ടൺ 18 ടൺ സാധനങ്ങൾ മൊത്തം വേണ്ടി വരും. നമുക്കൊരു 700-800 കിലോ എടുത്ത് വാളംപുളി മാത്രം വേണം സാമ്പാർ ഉണ്ടാക്കാൻ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കണക്ക് എന്ന് പറയാം. അപ്പോൾ അതാണ് ഈ 2000 അല്ലെങ്കിൽ 20 ടൺ അരി, 18 ടൺ പച്ചക്കറി, അതുപോലെ 10-700 മറ്റേ കിലോ വാളംപുളി. ഇമാതിരി പരിപാടിയാണ്, ചെറിയ പരിപാടികളൊന്നുമില്ല. ഇമാതിരി വളരെ വിശാലമായി ഈ ദിവസങ്ങളിൽ മുഴുവൻ ഈ വരുന്ന ആൾ, ഇന്ന് അദ്ദേഹം പറഞ്ഞത് കണ്ടില്ല, വെളുപ്പിന് 3:30 മണിക്ക് ഇന്നലെ മത്സരം കഴിഞ്ഞു വന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുത്തൊരു പാചകപ്പുരയാണ് പഴയിടം. എല്ലാവരും ഈ വർഷം പഴയിടം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പഴയിടം ഈസ് ബാക്ക് എന്നാണ് പറയാനുള്ളത്. അങ്ങനെ അങ്ങ് കലോത്സവം വിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പോകാൻ മാട്ടെ, അതാണ് പോകാൻ മാട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും വളരെ സന്തോഷം മോനിട്ട, വീണ്ടും കണ്ടതിൽ വളരെ വളരെ സന്തോഷം. പഴയിടം വീണ്ടും എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് 18 ഷെഫുകളുടെ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇന്നലെ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പടം ഇട്ടേക്കുന്നത് കണ്ട് രണ്ടുപേരുടെ നിൽക്കുന്ന ഇവിടെ ഒരു ആ കാര്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം കുറെ സംസാരിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ ഷെഫുള്ള അദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ നല്ല സുഹൃത്തുക്കളാണ്. നമ്മൾ വിഷുവിന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നമ്മുടെ സ്ക്രീനിലേക്ക് വന്നതാണ്. ഏതായാലും എന്തോ അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മളൊന്ന് ഈ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ വിദ്യാർത്ഥികളുണ്ട്, ഭക്ഷണം വിളമ്പുന്ന അധ്യാപകരുണ്ട്. നല്ല ത്തേക്ക് ഞാൻ ഇവിടുന്ന് പാചകപ്പുര ഒന്ന് കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് വരാം. ഈ ലല്ലുന്റെ ആരൊക്കെ ഓർമ്മയുണ്ടോന്നറിയില്ല, ഞാനൊക്കെ ഈ മീഡിയ ഫീൽഡിൽ വന്ന സമയത്ത് ലല്ലുവിന്റെ സ്റ്റോറീസ്, യൂത്ത് ഫെസ്റ്റിവലിന്റെ കുറെ സിഗ്നേച്ചർ ഉള്ള സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര രസമാണ്. ഈ ലല്ലുവിന്റെ ഒരു സ്പെഷ്യൽ വോയിസും ആ ഒരു അപ്പിയറൻസിലും ആ എന്താ പറയുക സ്ക്രിപ്റ്റിലൊക്കെ വരുമ്പോഴും വല്ലാത്തൊരു ഹൈലൈറ്റ് വരുമായിരുന്നു സ്റ്റോറി. അപ്പൊ എന്തായാലും ലല്ലു വീണ്ടും കലോത്സവ വേദിയിൽ സജീവമായതിന്റെ കാഴ്ച കണ്ടതിൽ ഒരുപാട് സന്തോഷം. പഴയടമായിട്ടുള്ള സംസാരം കേട്ടു. എന്നാലും നമുക്കേ ഈ ഇന്നത്തെ പ്രധാന ഈവന്റുകളൊന്ന് പോയി നോക്കിയിട്ട് വന്നാലും ആരാണ് നമ്മളോടൊപ്പം ഐശ്വര്യ അനിൽ ചേരും. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്ന് കലോത്സവത്തിൽ ഗ്ലാമർ ഇവന്റ് ഏതായിരിക്കും?
ഗ്ലാമർ ഇവന്റ് എന്ന് പറയുന്നത് ഒന്നല്ല, നമുക്ക് ഒന്നിൽ ഒതുക്കാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് നമ്മൾ ഓടി നടന്ന് പണിയെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് ഒപ്പനയുണ്ട്, നാടകമുണ്ട്, അതിനു പുറമെ നാടോടി നൃത്തമുണ്ട്, ബാൻഡുണ്ട്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഗ്ലാമർ ഐറ്റം ഇന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പല വേദികളിലായിട്ടാണ്. അതിനു പുറമെ കുച്ചിപ്പുടിയുണ്ട്, ചാക്യാർകൂത്തുണ്ട്, അതൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. തുള്ളലുണ്ട്, മോഹിനിയാട്ടം ഇന്നും തുടരുന്നുണ്ട്. ആ രീതിയിലാണ് ഇന്നത്തെ ഒരു മത്സര ഇനങ്ങൾ വരുന്നത്. ഇനി പോയിന്റ് നില കൂടി നമുക്കൊന്ന് പരിശോധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കോഴിക്കോടാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 212 പോയിന്റാണ് കോഴിക്കോടിനുള്ളത്. പക്ഷെ തൊട്ടു പിന്നാലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട്. അത് തൃശ്ശൂരും കണ്ണൂരുമാണ്. 210, അതായത് 2 പോയിന്റിന്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത്. അതിന് പിന്നാലെ മലപ്പുറവും പാലക്കാടുണ്ട്. ഇതാണ് 5 പൊസിഷനിൽ വരുന്നത്. ഫസ്റ്റ് 5 പൊസിഷനിൽ നമ്മുടെ കൊല്ലം പോയോ? കൊല്ലം ഇന്നലെ പിന്നെ 2ാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ എം ജി മിഥുൻ തള്ളുന്നുണ്ടായിരുന്നു. അതെ, എം ജി മിഥുന്റെ തള്ളു മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, വേറെ നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന കോഴിക്കോടാണ്. മാത്രമല്ല പാലക്കാട് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും താങ്ക് യു ഐശ്വര്യ. നമുക്ക് ഒരു പ്രതിഭ നമ്മളോട് ചേരുന്നുണ്ട്. പേരെന്താ മോളെ? ഏത് ഐറ്റത്തിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? മോഹിനിയാട്ടം. എപ്പോഴാ മത്സരം? ഇപ്പൊ 9:30 മത്സരം. അയ്യോ, 9:30 അപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്യണ്ടേ? ഒരുപാട് സമയം എടുക്കില്ലേ സാധാരണ നിങ്ങളുടെ ഈ മേക്കപ്പിനൊക്കെ? 1 മണിക്കൂറിൽ സെറ്റ് ആക്കും. ഈ എത്രാം തവണയാ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വരുന്നത്? ഞാനിപ്പോ 3ാമത്തെ പ്രാവശ്യം. എവിടെ സ്ഥലം, എവിടെ, സ്കൂൾ ഏതാണ്? ഞാൻ തൃശ്ശൂർ ജില്ലയാണ്, കുന്നോളത്ത് ബദനി സെന്റ് ജോൺസ് എന്നാണ്. ആ തൃശ്ശൂരിന്ന് വന്നേന്ന് പറയുമ്പോഴാണ് അതിന്റെ ഫീല് വന്നത്. ഓക്കെ, എത്ര നാളെ പഠിക്കുന്നു? ഞാൻ 13 കൊല്ലമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. മോഹിനിയാട്ടത്തിൽ മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി ഉണ്ട്. ഓക്കെ, 3 ഇവന്റ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ കഴിഞ്ഞു, ഇന്നലെ ഉണ്ടായിരുന്നില്ലേ മത്സരം? ഭരതനാട്യം എ ഗ്രേഡ് ഉണ്ട്. ആ, വെരി ഗുഡ്. അപ്പൊ ഇനി കുച്ചിപ്പുടിക്കുണ്ടോ? കുച്ചിപ്പുടിക്കുണ്ട്. അതിന് എപ്പോഴാണ് മത്സരം നടക്കാൻ പോകുന്നത്? നാളെയാണ് നടക്കാൻ പോകുന്നത് അല്ലേ? ഈ 3 ഐറ്റത്തിൽ പങ്കെടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ പഴയതുപോലെ ഈ കലാതിലകമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഫസ്റ്റും സെക്കൻഡ് അങ്ങനെ എന്തെങ്കിലും വേണമായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലോ. ഓ, കലാതിലകം ബാക്കി എന്താ പറയാൻ മതിയായിരുന്നു? അങ്ങനെയൊന്നുമില്ല, എന്നാലും നമുക്ക് കളിക്കാൻ പറ്റും, നല്ല സ്റ്റേജിൽ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല ചാൻസ്. അത് നിൽക്കുന്ന അമ്മയല്ലേ? അപ്പൊ നമുക്ക് അമ്മയെ കൊണ്ട് പരിചയപ്പെടാം. അപ്പൊ ഇത് കണ്ടോ, ഇതൊരു ഈ അമ്മയുടെ കയ്യിലുള്ള ഇത് കണ്ടാൽ തന്നെ ഇതൊക്കെ ഡാൻസിനുള്ള ഒരുക്കങ്ങൾക്കുള്ള അതല്ലേ? 3 ഐറ്റം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഡ്രസ് കോസ്റ്റ്യൂംസും അധികം വേണ്ട വന്നു. അപ്പൊ നമ്മള് 3 ദിവസത്തോടെ സ്റ്റേ ആണ്. ഓഹോ, 3 ദിവസത്തോടെ സ്റ്റേ ചെയ്ത്. അത് ഞാൻ ചോദിക്കട്ടെ, ഈ മോളുടെ ഇതിനു വേണ്ടി എത്രത്തോളം എഫേർട്ട് പേരന്റ്സിന്റെ ഭാഗത്തുണ്ടാകും നമുക്കറിയാം. അത് അതിനുള്ള സമയം കിട്ടാറുണ്ടോ? അതിന് സമയം നമ്മൾ കണ്ടെത്താണ്. അവരുടെ കഴിവുകൾ വളർത്തുക എന്നതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. എന്തോ ഈ മക്കളെക്കാൾ കൂടുതൽ ഇക്കാര്യങ്ങളിലൊക്കെ എഫേർട്ട് എടുക്കുന്നത് പേരന്റ്സ് ആണ്. അവര് സാറാണ്, അവർ പഠിപ്പിക്കുന്ന സാറാണ്. അല്ല, എന്താ പറയാ, സ്കൂളിൽ പഠിക്കണേക്കാൾ അധികം നമുക്ക് ഇതിന് നമ്മൾ സമയം കണ്ടെത്താണ്. ഇവളെങ്ങനെയാ പരിശീലനം കറക്റ്റ് ആണ്, അതോ മടി കാണിക്കപ്പോഴെങ്കിലും? കറക്റ്റ് ആണ്. നമ്മൾ ചെറുപ്പം 12 വർഷമായിട്ട് ഒരു സാറിന്റെ കീഴിലാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് നമ്മള് അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അവരും അതുപോലെ നോക്കണു. അപ്പൊ നമ്മളെപ്പോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 3 ഐറ്റം, അപ്പോ ഇതൊരു വലിയ ഫിനാൻഷ്യൽ ചെലവ് കൂടിയല്ലേ? ചെലവുണ്ട്. നമ്മൾ 1 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം കളിക്കാം, അങ്ങനെ ചെയ്യാം ഇതായിട്ട്. പിന്നെ ഇപ്പൊ അവരുടെ സാറ് അത്യാവശ്യം നമുക്ക് ഹെൽപ്പാണ്. ഐറ്റം ഒക്കെ പഠിപ്പിക്കുമ്പോ അങ്ങനെ ഫീസൊന്നും മേടിക്കാറില്ല. പിന്നെ അല്ല, ഈ കോസ്റ്റ്യൂംസിന് ഇപ്പൊ ഞാൻ പറയട്ടെ, ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂംസിന് ഏതാണ്ട് എത്രയാണ് പ്ലസ് മേക്കപ്പ്? പ്ലസ് മേക്കപ്പ് ആകുമ്പോ ഒരു 10-12 ഒക്കെ വരും. ഇത് മാത്രം, ഡ്രസ്സിങ് മാത്രം. കോസ്റ്റ്യൂം നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയതാണോ? വാങ്ങിയതാണ്. അപ്പൊ അതിന്റെ റേറ്റ്? അതിന് ഒരു 5000 രൂപയൊക്കെ ഡ്രസ്സിന് മാത്രമായിട്ട് സ്റ്റിച്ചിങ് ചാർജ് വരും. പിന്നെ നമ്മൾ എടുക്കുന്ന സാരി അനുസരിച്ച് അതിന് റേറ്റ് വരും. പിന്നെ നമ്മൾ 1 വർഷം ഒരെണ്ണം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് വരെ യൂസ് ചെയ്യാവുന്ന വിധത്തില്. അപ്പൊ പിന്നെ നമുക്ക് അത്ര പ്രശ്നമില്ലല്ലോ. റെന്റ് വരുമ്പോ കുറച്ച് ചെലവ് വരും. അപ്പോ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം 3 കൂടി ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം പോക്കറ്റ് കീറുന്ന. ഒരു വർഷം തന്നെ അത്യാവശ്യം ചെലവുണ്ട്. പിന്നെ സ്കൂൾ കലോത്സവം, കേരളോത്സവം, അങ്ങനെ പല പല മത്സരങ്ങളും ഉണ്ടാവുമല്ലോ നമുക്ക്. എന്തായാലും ഈ വർഷം 12th ആണ്, അവസാനിക്കാണ്. ഇല്ല, അവസാനിക്കുന്നില്ല, കോളേജിൽ എത്തിയാൽ പിന്നെ നമ്മള് സ്കൂള് അവസാനിക്കാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസ കേട്ടോ. ഇന്നും നാളെയും എല്ലാം എ ഗ്രേഡ് കിട്ടട്ടെ. അപ്പൊ ബെസ്റ്റ് വിഷസ്. അപ്പൊ താങ്ക് യു. എന്തായാലും അപ്പോ ലല്ലു വീണ്ടും തുടരുന്നുണ്ട്. ലല്ലു ആ ഊട്ടുപുരയിൽ നിന്ന് ഇറങ്ങാനുള്ള ഉദ്ദേശമില്ലാന്ന് തോന്നുന്നു. എന്താണെങ്കിലും അതെ, ഈ കലോത്സവ വേദിയുടെ നമ്മള് കലവറ എന്ന് പറയാം, കലവറയിലെ ശരിക്കുള്ള കലവറയിലാണ് ലല്ലു ചേട്ടൻ നിൽക്കുന്നത്. ലല്ലു, എന്താണ് ഈ 30,000 ഇഡലി എന്നൊക്കെ പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ 30,000 ഇഡലിയും
തീർക്കണം എന്നുള്ള ലക്ഷ്യം വല്ലതും ഉണ്ടോ അവിടെ? എൽദോ, ഈ ഭക്ഷണം ഒരു സൈഡിൽ ഒരു വശത്ത് ഇവിടെ ഭക്ഷണം വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ നല്ല ഇഡ്ഡലിയും നല്ല സാമ്പാറും ചായയും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഊട്ടുപുര സജീവമാക്കി നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഊട്ടുപുരയുടെ ചൊല്ലിടം എന്ന ഒരു സ്ഥലത്താണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഊട്ടുപുരയ്ക്ക് ഇതിന് വേറെ പേരുണ്ട്. നമ്മൾ ചൊല്ലിടത്തിലുള്ള നമ്മുടെ അനൗൺസർ ചേട്ടനാണുള്ളത്. വളരെ രസകരമായി വളരെ സജീവമായി ഈ ഊട്ടുപുരയെ നിലനിർത്തുന്ന ഒരാളാണ്. ചേട്ടൻ പേരെന്താ? എൻ്റെ പേര് എം.ആർ. ഷാ. വീട് കൊല്ലം ജില്ലയിലെ കുണ്ടറ, കുമ്പളം. കുണ്ടറക്കാരനാണ്. ഞാനും ചെറിയൊരു കുണ്ടറക്കാരനാണ്. ഇത് ചൊല്ലിടം എന്ന് പറയുന്ന അനൗൺസ്മെന്റ് സ്ഥലമാണ്. ഇതേപോലെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ് ഇവിടെ? ഭരണഭാഷ മാതൃഭാഷയാണല്ലോ. അപ്പോൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലോത്സവം മുതൽ ഞങ്ങൾ വിളിച്ചു ചൊല്ലുന്നത് ഞങ്ങളുടെ സംഘടനയ്ക്ക് മറ്റേ കാര്യപരിപാടികളുടെ ചുമതല കിട്ടി. സംഘടനയുടെ പേര് ആഞ്ഞടിച്ചു ഒരു പ്രശ്നമില്ല. സംഘടനയുടെ പേര് KPSCA ജില്ലാതലത്തിൽ കാര്യപരിപാടികളുടെ ചുമതല കിട്ടിയ അതുമുതൽ പൂർണ്ണമായും വിളിച്ചു ചൊല്ലലുകൾ മലയാളത്തിലാണ്. അതിനെപ്പറ്റി മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളുടെ പാചകപ്പുരയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് രസവതി എന്നാണ്. രസവതി എന്ന വാക്കിന്റെ അർത്ഥം അടുക്കള എന്നാണ്. അതുപോലെ രസവതി, രുചിയിടം, ചൊല്ലിടം എന്നൊക്കെ പേര് നൽകിയിട്ടുള്ള ഇതിന്റെ ലക്ഷ്യം ഭാഷ, മലയാള ഭാഷയുടെ പേരിൽ അഭിമാനിക്കേണ്ടവർ നമ്മളാണ്. അത് സാധ്യതപ്രായമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരം പേരുകളൊക്കെ നൽകിയിട്ടുള്ളത്. പിന്നെ ചോറ്, സാമ്പാർ, ഇഡ്ഡലി, പുളിശ്ശേരിയല്ല മലയാളം ഉണ്ട്. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഏതായാലും എന്തോ ഇതാണ് സംഭവം. നമ്മൾ വളരെ ഭരണഭാഷ മലയാളമായതുകൊണ്ട് തന്നെ ആ മലയാളത്തിൻ്റെ കീർത്തി, മലയാളത്തിൻ്റെ പ്രാധാന്യം എല്ലാ സ്ഥലത്തേക്കും എത്തണം എന്ന് അവരുടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരുടെ സംഘടന, അധ്യാപക സംഘടന, ഈ ഭക്ഷണത്തിൻ്റെ ചുമതലയുള്ള അധ്യാപക സംഘടനയാണ് KPSC എന്ന് തോന്നുന്നു. KPSC ആണ്. കേരള പ്രദേശ് കോൺഗ്രസ് സംഘടനയാണ്. അവരുടെ പ്രവർത്തകരാണ് വളരെ സജീവമായി ഈ കാര്യങ്ങളിലെല്ലാം ഉള്ളത്. എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ തന്നെ ഈ അനൗൺസ്മെന്റ് പരിപാടിയായിട്ടുള്ളതാണ്. ഒരു 2013 ചടയമംഗലത്ത് നടന്ന കലോത്സവത്തിൽ പൂർണ്ണമായും 4 ദിവസവും വിളിച്ചു ചൊല്ലിയത് മലയാളത്തിൽ തന്നെയാണ്. അത് വളരെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. അപ്പോൾ എന്തോ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ആ വിളിച്ചു ചൊല്ലൽ, അദ്ദേഹത്തിൻ്റെ വിളിച്ചു ചൊല്ലലും ആ അനൗൺസ്മെൻറ്റും ഒന്ന് പ്രേക്ഷകർക്ക് കേൾക്കാനുള്ള താല്പര്യമുണ്ടാകും. വളരെ ആവേശകരമാണ്, വളരെ രസകരമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മലയാള ഭാഷ കേൾക്കുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് പ്രേക്ഷകരെ കൂടി അത് കേൾപ്പിക്കാമെന്നാണ് കരുതുന്നത്. ചേട്ടാ ഒന്ന് അനൗൺസ് ചെയ്തിട്ട്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണപുരയായ രുചിയിടത്തിലേക്ക് എത്തിയ ഏവർക്കും സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പാചകപുര രസവതിയിൽ തയ്യാറാക്കിയ വിശിഷ്ട ഭോജ്യങ്ങൾ ഞങ്ങൾ രുചിയിടത്തിൽ നിങ്ങൾക്കായി വിളമ്പി നൽകുന്നു. രുചിയിടത്തിലെ വ്യത്യസ്തങ്ങളായ ഭക്ഷണപുരകൾ കൊല്ലം ജില്ലയിലെ പ്രസിദ്ധങ്ങളായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങളും ജലാശയങ്ങളും ഒക്കെ അടങ്ങിയ പേരുകളാണ് ഞങ്ങൾ ഭക്ഷണപുരയ്ക്ക് നൽകിയിട്ടുള്ളത്. അഷ്ടമുടി കവി കുരീപ്പുഴ ശ്രീകുമാരനെ കൊണ്ട് ഇഷ്ടമുടിയെ വർണ്ണിച്ചത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയെ വരികളിലേക്ക് ആവാഹിച്ച വയലാർ, തിരുനെല്ലൂർ കരുണാകരൻ, ഇവരെയൊക്കെ ഇത്തരത്തിൽ സ്മരിക്കാം. അഷ്ടമുടിയുടെ പേരിൽ ഞങ്ങൾ ഒരുക്കിയ ഭക്ഷണപുരയിലേക്ക് ഏവർക്കും സ്വാഗതം. അഷ്ടമുടി നിറഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അടുത്തതായി നിങ്ങൾക്ക് ജഡായുപ്പാറയിലേക്ക് പോകാം. ജഡായുപ്പാറ കൊല്ലം ജില്ലയിലെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പേരാണ് ജഡായുപ്പാറ. പക്ഷിശ്രേഷ്ഠനായ ജഡായു രാവണനോട് ഏറ്റുമുട്ടിയ സ്ഥലം. നിങ്ങൾക്ക് ജഡായുപ്പാറയിലേക്ക് സ്വാഗതം. ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് ജഡായുപ്പാറയിലേക്ക് പോകാം. സാമ്പ്രാണിക്കോടി കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം. അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കാമെന്നുള്ളതാണ് സാമ്പ്രാണിക്കോടിയിലെ ഏറ്റവും സവിശേഷകരമായ കാര്യം.
ഇതാണ് സഞ്ചാരികളെ സാമ്പ്രാണിക്കൊടിയിലേക്ക് ആകർഷിക്കുന്നത്. വളരെ നന്ദി ചേട്ടാ. എൽദോ, ഇതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മലയാള ഭാഷയുടെ ആ ഒരു സൗന്ദര്യം. മലയാള ഭാഷ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഇടം. തീർച്ചയായും നമ്മൾ ഈ പാചകപ്പുര ഭക്ഷണശാല എന്നൊക്കെ പറയുമ്പോൾ അവിടെ തുടർച്ചയായി അനൗൺസ് ചെയ്യണം. ഇങ്ങനെ 5 ദിവസം തുടർച്ചയായി ഇത്തരത്തിൽ ജഡായിപ്പാറയിലും മഷ്ടമുടിയിലും സാമ്പ്രാണിക്കൊടിയിലുമൊക്കെ ആളുകൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പഴയിടം മോഹന നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള 80 അംഗ സംഘമാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്നത്. ഭക്ഷണം വിളമ്പാൻ അധ്യാപകരാകാൻ പരിശീലിക്കുന്ന വിദ്യാർത്ഥികളുമെല്ലാം ഉണ്ട്. വളരെ സജീവമാണ് കൊല്ലത്തെ കൂട്ടുപുര. ഓക്കെ, ലല്ലിച്ചേട്ടനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എൽദോ, ആ അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചിരുന്നോ? അതായത് ഈ ഭക്ഷണം കൃത്യമായിട്ട് ഓരോ ഭക്ഷണം എവിടെ കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു എന്ന് വരുന്ന ആളുകൾക്ക് അറിയാം. അതിനോടൊപ്പം തന്നെ ഈ കൊല്ലത്തെ അടുത്തറിയാൻ കൂടി ആ അനൗൺസ്മെന്റിലൂടെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ കേന്ദ്രങ്ങളും ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ എല്ലാവരെയും ആ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു അനൗൺസ്മെന്റ് കൂടിയാണ്. അതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നലെ ഞങ്ങള് ആശാ ശരത്തിന്റെ പെർഫോമൻസ് കണ്ടിരുന്നു. ഈ സ്വാഗത നൃത്ത ശില്പം അത് ആശാ ശരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ ആശാ ശരത്തിന്റെ അതിനുശേഷം നമ്മൾ കാണാനും സംസാരിക്കാനും ഒക്കെ ഇടകിട്ടുകയും ചെയ്തു. അവർ പറഞ്ഞത് ഈ ഒരു സ്കൂൾ കലോത്സവ വേദിയിൽ വീണ്ടും എത്തിയതിന്റെ ഒരു അമ്പരപ്പും നെഞ്ചിടിപ്പും ഒക്കെയായിരുന്നു. ടെൻഷൻ അടിച്ചാണ് ചെയ്തത്. ചെറിയ കുട്ടിയെ പോലെ. അതായത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അവർക്ക് ഇപ്പോഴും സ്കൂൾ കലോത്സവ വേദിയിൽ എത്തിയപ്പോൾ ആ ടെൻഷൻ വന്നു എന്നുള്ളത് പഴയൊരു നെഞ്ചിടിപ്പ്. അപ്പൊ എന്തായാലും ആശാ ശരത്ത് എന്ത് പറഞ്ഞു എന്ന് കണ്ടിട്ട് വേഗം മടങ്ങിയത്. കലോത്സവ വേദിയുടെ ആദ്യ ദിനം അത് ഒരുപാട് കലാപ്രതിഭകളുടെ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായെങ്കിലും ആ സ്വാഗത നൃത്തശില്പം എല്ലാവരെയും ആകർഷിച്ചിരുന്നു. അതിന്റെ പ്രധാന കേന്ദ്രബിന്ദു ആശാ ശരത്ത് എന്നോടൊപ്പം ഉണ്ട്. നടി, നർത്തകി. ഒരുപാട് സന്തോഷം സ്റ്റേജിൽ കുട്ടികളൊപ്പം പെർഫോമൻസ് വന്നപ്പോൾ. ഞാൻ പിന്നീട് കുട്ടികളെ സംസാരിച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മാമിലൂടെ മാം സ്ഥിരമായിട്ട് അവരോടൊപ്പം പ്രാക്ടീസ് ചെയ്യാനൊക്കെ ചെന്നു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു അവരോടൊപ്പം ഉള്ള ദിവസങ്ങൾ? അവരെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കായിരുന്നു. പുതിയ തലമുറയുടെ കൂടെ ഡാൻസ് ചെയ്യുക, അവരുടെ അതിനെ നോക്കി കാണുന്ന രീതിയൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഗുരുക്കന്മാരെ ഭയന്ന് മാറി നിൽക്കുന്ന ഒരു കാലത്താണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവര് നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പഠിപ്പിക്കുന്നവരോടും ഹായ് മാം, ഹായ് ടീച്ചർ, ആശിച്ചി എന്നൊക്കെ വിളിച്ചിട്ട് ആ ഒരു ഭയങ്കര സൗഹൃദത്തിന്റെ ഒരു ലൈനാണ്. സോ ഐ റിയലി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനത്. ഞാൻ ഇതിൽ ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ വർഷം ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ വിളക്ക് തെളിയിക്കാനുണ്ടായിരുന്നു CMന്റെ കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വർഷം ഇവിടുത്തെ കുട്ടികളുടെ കൂടെ ഞാൻ നൃത്തം ചെയ്യുമെന്ന്. കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങളുടെ കളിക്കാമോ. അപ്പൊ അടുത്ത വർഷം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോഴൊക്കെ ഞാൻ ഈ പ്രോഗ്രാം കോമ്പറ്റീഷൻസ് കണ്ടിറങ്ങുമ്പോഴേ ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്ര മുകളിലാണ്. പക്ഷെ ഇതോടുകൂടി ഇവരതൊക്കെ ചിലത് നിർത്തി പോകുന്നുണ്ട്. കോമ്പറ്റീഷൻ അല്ലെങ്കിൽ 12th കഴിഞ്ഞു. അതല്ല, അത് തുടരണം, ഇതൊരു പ്രൊഫഷനാണെന്ന് ഞാൻ എന്റെ നൃത്തത്തിലൂടെ ഞാൻ അവരുടെ കൂടെ നൃത്തം ചെയ്ത് അവരെ ഒന്ന് തിരിച്ചിതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയായിരുന്നു. അതും കൂടെയാണ് ചെയ്തത്. ഈ കലോത്സവ വേദികളിൽ സാന്നിധ്യമായിരുന്നല്ലോ ചെറുപ്പകാലത്ത്. അപ്പോൾ ഈ വീണ്ടും എത്തുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ അധികകാലം കോമ്പറ്റീഷൻസിന് വന്നിട്ടില്ല. കാരണം എന്റെ അമ്മ, എന്റെ ഗുരു ഒരാളാണ്, കലാമണ്ഡലം സുമതി. അമ്മ അധികം കോമ്പറ്റീഷൻസിന് എന്നെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അമ്മയുടെ കുട്ടികൾക്ക് ഏകദേശം 9-10 പ്രാവശ്യം സംസ്ഥാന സ്കൂൾ യുവജനോത്സവം വിജയിച്ചിട്ടുണ്ട്. ഞാനും വിജയിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് മാത്രം, 1-2 വർഷങ്ങളിൽ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. ഭയങ്കര രസമുള്ള ഒരു വേദിയാണ്. ആദ്യം ആ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ അതിന്റെ ഒരു വൈബ്രേഷൻ ഉണ്ട്. അതേ വൈബ്രേഷൻ ഇന്ന് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാലെടുത്ത് വെക്കുമ്പോഴും കാലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വിറയ്ക്കും. അതേ വിറയലാണ് ഇന്നും ഞാൻ അനുഭവിച്ചത്. ഭയങ്കരമായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, അതേ വിറയലോടുകൂടി ഒരു കോമ്പറ്റീഷൻ ഒരു കുട്ടി കയറുന്ന ആ ഒരു എന്താ പറയാ, എല്ലാവിധ പ്രാർത്ഥനകളും ടെൻഷനോടും കൂടിയാണ് ഞാൻ ഇന്ന് വേദിയിലെത്തിയത്. ഇനിയുള്ള ദിവസങ്ങളുണ്ടാവും സജീവമായിട്ട്? ഇല്ല, ഞാൻ ഇന്ന് കുറച്ചു നേരം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോവാണ്, ദുബായിക്ക് തന്നെ തിരിച്ചു പോവാണ്. എന്റെ മകളുണ്ടായിരുന്നു എന്റെ കൂടെ. അവള് ഇതാണ് സ്കൂൾ യുവജനോത്സവം, പഠിച്ചതെല്ലാം പുറത്താണ്, അവര് ദുബായിലാണ്. അപ്പൊ പറഞ്ഞു കേട്ടതേ ഉള്ളൂ, ഇതാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ. അതൊന്ന് കാണിക്കാൻ ഞാൻ ഉത്തരയും കൂടെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഉത്തരം ഒന്ന് കുറച്ചു കോമ്പറ്റീഷൻ കണ്ടു, ഞാനും കണ്ടു. ഓരോ വർഷം ചെല്ലുന്നവരും നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മിടുക്കികളായി വരുന്നു, മിടുക്കന്മാരായി വരുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും ശ്രീ ആശാ ശരത്ത് പറഞ്ഞതുപോലെ ഈ കോമ്പറ്റീഷനിൽ എത്തുന്ന കുട്ടികളുടെ ഒരു മികവ് ഉയർന്നു വരുന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ക്യാമറമാൻ വിനോദ് കുമാറിനോടൊപ്പം എൽദോ പോൾ പുതുശ്ശേരി, സിറ്റി. ഓക്കെ, അപ്പോ ആശാ ശരത്തുമായി സംസാരിച്ചപ്പോൾ എനിക്ക് അവരെ വളരെ ആരാധനയുള്ള ഒരു നടി കൂടിയാണ് എന്നതുകൊണ്ട് അപ്പോൾ വളരെ സന്തോഷം തോന്നി എന്തായാലും ഇന്ന് സംസാരിച്ചപ്പോൾ.
സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായിട്ടുള്ള 1-ാം നമ്പർ വേദി ONV സ്മൃതിയിലാണ്. നമ്മളുള്ളത്. ഇവിടെ ഇപ്പം 8 മണി കഴിഞ്ഞതോടുകൂടി കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കലോത്സവ നഗരി. ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്തുന്നുണ്ട്. അതോടൊപ്പം ഈ കലാപ്രതിഭകളെ കാണാനും കലാമത്സരങ്ങൾ കാണാനും ഒരുപാട് സിനിമാ താരങ്ങളും മറ്റ് നാടക ആർട്ടിസ്റ്റുകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വിശേഷങ്ങളും ഒക്കെ അവരുടെ അനുഭവവും അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും ഒക്കെ നമുക്ക് വരും നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്തായാലും ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട്. നിരവധി മാധ്യമപ്രവർത്തകർ, നിരവധിയായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. പോലീസ് രാവിലെ തന്നെ സജീവമാണ്. ഈ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളൊക്കെ രാവിലെ തന്നെ സജീവമായി നിൽക്കുന്നു. അങ്ങനെ ഏറ്റവും ഭംഗിയായി കലോത്സവം നടത്താനുള്ള ഒരു പ്രശ്നമുണ്ട്, ഒരു സാധ്യത തേടുകയാണ് ഇവരെല്ലാവരും ചേർന്ന് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്തിപ്പിനുള്ള ശ്രമം പൂർണ്ണമായി നടത്തുന്നു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘം തന്നെ അവിടെ രാവിലെ എത്തി നിൽക്കുന്നു. അപ്പോൾ ആ കാഴ്ചകളും ഒക്കെ തന്നെ നമുക്ക് രാവിലെ കാണാൻ. ഇപ്പം എൽദോ 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ ഒരു പരാതിയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസം കൂടിയുണ്ടല്ലേ? അതെ, ഉറപ്പായിട്ട് പരാതികൾ ഇതുവരെ ഉണ്ടായില്ല. ആദ്യ ദിവസം അല്പം ചെറിയ ഈ പ്രോഗ്രാം ഒക്കെ ഡിലേ ആകുന്നു എന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കി പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ ആക്റ്റീവായി വളരെ മികച്ച രീതിയിൽ നമ്മുടെ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൊല്ലത്ത്. ഈ കൊല്ലത്ത് നിന്ന് കലോത്സവം എത്തുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്ന ഒരു പക്ഷേ ഇത് നാടക മത്സരം ആരംഭിക്കുന്നു. രാവിലെ 9:30 അത് സോപാനത്തിൽ നാടക മത്സരം ആരംഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കൊല്ലംകാരുടെ ഒരു നാടക ഇഷ്ടമൊക്കെ നമുക്കറിയാം. നമുക്ക് രാജേഷ് ശർമ്മ നമ്മോടൊപ്പം ഇപ്പോൾ ചേരും. നമസ്കാരം. കൊല്ലത്തേക്ക് നാടകം എത്തുമ്പോൾ ഉറപ്പായിട്ടും മുന്നിൽ കിട്ടുമ്പോൾ എനിക്ക് മൈക്കുമേ വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ചീഫ് ഉണ്ടല്ലോ, ലല്ലു കൂടി ഉണ്ട്. ലല്ലു ഇപ്പൊ ഊട്ടുവരയിലാണ്, ഭക്ഷണത്തിന്റെ ഏരിയയിലാണ്. അതെ, അരിക്കുണം തന്നെ. ലല്ലു പരവൂരുകാരനാണ്. ലല്ലുവിന് ഇവിടെ മാധ്യമപ്രവർത്തനം നടക്കുന്ന സമയത്ത് ലല്ലുവായിട്ട് വലിയൊരു ബന്ധമുള്ള ഇപ്പൊ നമുക്ക് എത്തിക്കാം, ഉടനെ എത്തിക്കാം ലല്ലുവിനെ എത്തിച്ചാൽ. കാരണം ഇത്തിരി ഇപ്പൊ വെയ്യ എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങള് ഈ ഒരു കുറവില്ല കേട്ടോ. എല്ലാ കലോത്സവ വേദികളിലും നാടക മത്സരം കാണാനായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടാറുണ്ട്. ഇപ്പൊ 3-4 വർഷമായിട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഞാനും സിനിമയുടെ പരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നു. ലല്ലുവിനും വെയ്യാതൊക്കെയായി അങ്ങനെയൊക്കെയുള്ള ഒരു ലല്ലു മാത്രമല്ല, ലല്ലുവിന്റെ വൈഫ് അനുപമ, അതൊക്കെ ഞങ്ങള് പരിചയക്കാരാണ് മൊത്തത്തില്. പിന്നെ ഞങ്ങൾ അല്ല, ഞാൻ ചോദിക്കട്ടെ രാജേട്ടാ, ഈ കൊല്ലമാണ്, കൊല്ലത്തിന്റെ സ്വന്തം നാടക നടനുമാണ്. ഈ കൊല്ലത്ത് ഈ കലോത്സവം എത്തുമ്പോൾ സോപാനത്തിൽ നിങ്ങളൊക്കെ പരിശീലിച്ച കളരിയിലേക്ക് നാടക മത്സരം എത്തുമ്പോൾ അതിന്റെ ഒരു ഫീല് പുതിയ തലമുറ. സോപാനത്തിന്റെ സ്റ്റേജിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് നടന്മാര് നിന്ന് അവതരിപ്പിച്ച് നാടകം കളിച്ചിട്ടുള്ള സ്ഥലമാണ്. പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ. കാരണം രവീന്ദ്രനാഥ് നായരും അദ്ദേഹം നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം നമുക്ക് തന്ന ഏറ്റവും വലിയ, അദ്ദേഹം നാടകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ് ഈ സോപാന ഓഡിറ്റോറിയം. ഞാനൊക്കെ അവിടെയായിരുന്നു. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ നാടകം കളിച്ചിട്ടുള്ളത് ആ സോപാനത്തിന്റെ റിഹേഴ്സൽ ചെയ്തിട്ടുള്ളതും ആ സ്റ്റേജിലാണ്. അവിടെ ഇന്ന് നമ്മൾ പുറത്തിരുന്നുകൊണ്ട് ഈ കുട്ടികളുടെ പ്രകടനം കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പം ആക്ടിംഗിലാണെങ്കിലും. അതെ, മിഥുന് വരുന്നത് ലല്ലു ഉണ്ട്. ലല്ലു സ്പീക്കിംഗ്. ഹലോ ലല്ലു. ഞാൻ ദാ ഇവിടെ ആശ്രാമത്ത് ഫ്രണ്ടിൽ ഞാനിങ്ങനെ ഈ ന്യൂസ് 18 കണ്ടപ്പോ ഞാൻ നിന്നെ തിരക്കിയത്. അപ്പോഴാണ് അതെ ഇവിടെ പറഞ്ഞു നീ കറക്റ്റ് സ്ഥലത്താ നിൽക്കുന്നത്. നീ പാചകത്തിന്റെ ഭാഗത്ത് തന്നെ നീ ഒരു പാചക കുതുകി. അല്ല, നീ തെറിയൊന്നും വിളിക്കല്ലേ. ഓണറാണേ. നമുക്ക് നാടകത്തിലേക്ക് മടങ്ങിയെത്തല്ലേ. ഈ ഒരുപാട് ആചാര്യന്മാരുടെ ഒരു അല്ലേ, അത് ചോദിച്ചു ആരും എന്തോ കൃത്യം ചോദിക്കാൻ വരെയായിരുന്നു. ഇപ്പം ഈ കുട്ടികളുടെ നാടകം കാണാനിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് കഥയിലായിക്കോട്ടെ, സ്ക്രിപ്റ്റിംഗിലായിക്കോട്ടെ, ആക്ടിംഗ് രീതിയിലായിക്കോട്ടെ, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തെയൊക്കെ ഏത് രീതിയിലാണ് കാണുന്നത്? ശരിയാണ്, നാടകത്തിനോടുള്ള സമീപനവും ആക്ടിങ്ങിന്റെ ഇതും അവതരണത്തിലും ഒക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്.
നാടകം തന്നെ, അതായത് ശങ്കരപ്പിള്ള സാറ് കൊല്ലത്ത് തന്നെ ശങ്കരപ്പിള്ള സാറ് നാടകക്കളരി പ്രസ്ഥാനം ആരംഭിച്ച് സമയത്ത് ഇവിടെ ഒരു കച്ചവട ഇല്ലെങ്കിൽ കൊമേഴ്സ്യൽ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിനിടയിലേക്കാണ് ഈ കളരി പ്രസ്ഥാനം വരികയും ഏറ്റവും മനോഹര സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ പിന്നീട് ഉണ്ടാവുകയും പുതിയ തരം നാടക രീതികൾ, പരീക്ഷണ നാടകങ്ങൾ എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടുള്ള നടന്മാർ ഇപ്പോൾ വളരെ ആക്ടിങ്ങിനകത്ത് തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ട്, അവതരണങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ദീപൻ ശിവരാമനെ പോലെയുള്ള ആളുകൾ, ഇല്ലെങ്കിൽ ജ്യോതിഷം ജി, ഇല്ലെങ്കിൽ ശ്രീജിത്ത് രമണൻ, ഇവരെ പോലെയുള്ള ആളുകൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത്, ഇവരൊക്കെ വേറൊരു തരം പുതിയ നാടക ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അനുഭവിക്കാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ ശബരിമല പോലെ ഈ നാടക മത്സരം കാണാനായിട്ട് വരുന്നത്. ഞാൻ ഇപ്പൊ പ്രശാന്തന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന്, ഇപ്പോൾ കലോത്സവത്തിന്റെ സമയമാണ്, നമ്മളൊരു സന്തോഷത്തിലൊക്കെ നിൽക്കുന്ന ആവശ്യമെങ്കിൽ പോലും ഈ നാടക മത്സരം നടക്കുമ്പോൾ പ്രശാന്ത് ചേട്ടനെ മിസ് ചെയ്യപ്പെട്ടില്ല. നിങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് നാടകത്തിൽ ഈ കൊല്ലത്തെ മുഴുവൻ നാടകക്കാർ ഇന്ന് കലോത്സവ വേദിയിലെത്താൻ സാധ്യതയുമുണ്ട്. നാടകവും പ്രശാന്തും കൊല്ലവും വലിയ ബന്ധമാണ്. തിരുവനന്തപുരത്താണ് പ്രശാന്തെങ്കിലും. ഛായാമുഖി രൂപപ്പെടുന്നത് കൊല്ലത്ത് പ്രകാശ് കലാകേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്നിപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആക്ടിംഗ് ഫാക്കൽറ്റി ആയിട്ടുള്ള ശ്രീജിത്ത് രമണൻ, ശ്രീ പി ജെ ഉണ്ണികൃഷ്ണൻ, ഇവരൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. പിന്നീടാണത് പ്രശാന്ത്, ലാലേട്ടനും അവരുടെ കയ്യിലേക്ക് പോകുന്നത്. അത് ഏതാണ്ട് 9ഓളം നാടകങ്ങൾ ഞാൻ കളിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രശാന്ത് ചെയ്ത ഒരുപാട് മാജിക്കുകളുണ്ട്, പാട്ടുകളുണ്ട്. പൂക്കളെ തേടി എന്നൊക്കെ പറയുന്ന പാട്ട് എനിക്ക് പാടുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പാടാത്തത്. ഞാൻ കൂട്ടത്തിൽ പാടുന്ന കൂട്ടത്തില്ല. അപ്പൊ അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവിടെ കൂടുന്ന നാടക പ്രവർത്തകർ ഇത് തീർച്ചയായിട്ടും ഓർക്കും. ചിലപ്പോൾ അവിടെ നല്ല മനോഹരമായ പാട്ടുകളുണ്ടാവും. ഏത് പ്രശാന്തിന്റെ പാട്ടുകൾ അവിടെ പാടാൻ സാധ്യതയുണ്ട്. നാടകത്തിന്റെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പൊ അതെല്ലാം ഇന്ന് ഓർമ്മപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ നന്ദി രാജേഷേട്ട സംസാരിച്ചതിന്. ലല്ലു ഉടനെ എത്തും കേട്ടോ. ലല്ലുവിനെ എന്തായാലും മീറ്റ് ചെയ്യിപ്പിക്കും ഞങ്ങള്. ലല്ലു നാടകത്തിന്റെ സ്ഥലത്ത് കാണും, അതുറപ്പാ. ഇതെല്ലാത്തിന്റെയും ഒരു ജംഗ്ഷൻ അവിടെ ആയിരിക്കും. അപ്പൊ ഞങ്ങളും അങ്ങോട്ട് എത്തുന്നുണ്ട്. പാട്ടൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും രാജേഷ് ശർമ്മ ചലച്ചിത്ര താരം, നാടക പ്രവർത്തകൻ ഒക്കെയാണ് നമ്മുടെ സംസാരിച്ചത്. ആര്യ, അപ്പൊ നമുക്കേ ഇന്നിടയ്ക്ക് ഒരു കുട്ടിത്താരത്തെ കൂടി ഒന്ന് പരിചയപ്പെട്ടാൽ. ദിയ എന്നാണ് പേര്. ഉറുദു പദ്യ മത്സരത്തിനാണ് ദിയ ഇന്ന് പങ്കെടുക്കാൻ പോകുന്നത്. ദിയയുടെ ടീച്ചറുണ്ട്. മത്സരം കഴിഞ്ഞു. ടീച്ചർ ആരാ? ഇതാണ് ടീച്ചർ. അതെ, കണ്ടാ പറയില്ലല്ലേ. ഞാൻ സിസ്റ്റർ അല്ലെങ്കിൽ പിന്നെ കൂടെ മത്സരിക്കാൻ. ഞാനും അങ്ങനെയാട്ടോ വിചാരിച്ചത്. പക്ഷെ ഞാൻ മുമ്പേ വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ടൊന്ന് മാറിയപ്പോ എന്നോട് പറഞ്ഞത് എന്റെ ടീച്ചറാണെന്ന്. അപ്പൊ ദിയയുടെ പേരൻസ്, ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ ദിയ, മത്സരം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. കൊല്ലം പൊളിയാണ്. കൊല്ലം പൊളിയാണെന്ന് അറിഞ്ഞത് സ്റ്റേജിൽ കയറിയ ശേഷമാണോ? അല്ല, ഇത് വന്നപ്പോ തന്നെ അടിപൊളിയായിരുന്നു. ദിയ എവിടുന്നാ വരുന്നത്? ഞാൻ പാലക്കാട് ജില്ലയിൽ. ആഹാ, അങ്ങ് വടക്കുന്ന് വരികയാണല്ലേ. ഓക്കെ, അപ്പൊ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അത്യാവശ്യം. അല്ല, റിസൾട്ട് വന്നില്ലേ? റിസൾട്ട് വന്നു, എ ഗ്രേഡ്. ഗംഭീരം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എ ഗ്രേഡ് കിട്ടി, പാർട്ടിസിപ്പേഷനൊപ്പം തന്നെ എ ഗ്രേഡ് അല്ലേ? ഡബിൾ ബോണസ് ആയിട്ടാ പോകുന്നത് വീട്ടിലേക്ക്. വേറെ ഏതെങ്കിലും ഞാൻ അച്ഛലേക്ക് വരെ വേറെ ഏതെങ്കിലും ഈവന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ ഏറ്റവും അപ്പോഴും എ ഗ്രേഡ് കിട്ടി. ഉറുദു പദ്യം വേദിയിലെ സ്ഥിരം സാന്നിധ്യമാണ് അല്ലേ? ഓക്കെ, അപ്പൊ ദിയ, നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചെറിയ ഭാഗം ചൊല്ലാമോ? कल्बे माखोल में लिरज़ा शररे जंग है हौसले वक्त के और जीस्त के एक रंग है आज आबगीनों में तपा वलवले संग है आज हुस्न और इश्क हम आवाज़ों हम आहंग है आज
जिसमें जलता हूँ उसी आग में जलना है तुझे, उठ मेरी जान मेरे साथ ही चलना है तुझे, उठ मेरी जान मेरे साथ ही चलना है तुझे. ഓക്കെ, മനോഹരം. ഇപ്പൊ നമുക്ക് എന്താണല്ലേ ബാക്കിയുള്ളവരോട് പരിചയപ്പെടാം. ടീച്ചർ അർച്ചന, അവളുടെ സ്കൂളിൽ തന്നെ മാത്സ് ടീച്ചറാണ് അവളുടെ. നമ്മുടെ PCR പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വില്ലൻ പ്രൊഡ്യൂസർ ഉണ്ട് ബിൻസ് ബാബു. ബിൻസ് ബാബു ചോദിച്ചു ടീച്ചർ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കണേന്ന് ചോദിക്കാൻ. ചിറ്റലഞ്ചേരി MNKMHSS. എന്തായാലും ഈസിയാണോ ഈ പിന്നെ പരിശീലിപ്പിക്കലൊക്കെ ഈ ഉറുദു? ഒരു കാര്യമുണ്ട്, മാത്സ് ടീച്ചർ ആണെന്നല്ലേ പറഞ്ഞത്, എനിക്ക് ഉറുദു പദ്യം പഠിപ്പിക്കുന്നു. അതെന്താ മാത്സും ഉറുദുവും തമ്മിൽ ബന്ധം? ഞാൻ ഇതേ കവിത പാടിയിട്ട് എനിക്ക് 2 വർഷം സ്ഥിരമായിട്ട് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഞാൻ അതേ കവിത ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്തുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി ഉറുദു പദ്യം ചൊല്ലൽ തിരഞ്ഞെടുക്കുക? കാരണം അച്ഛന്റെ പേര് കൂടി പറയും. എന്റെ പേര് ലൂക്കോസ്, ഞാനും അധ്യാപകനാണ്. അപ്പം മോള് 8ാം ക്ലാസ്സിൽ പോകുമ്പോഴാണ് ടീച്ചർ അവിടെ വരുന്നത്. മോളുടെ ശബ്ദം ഉറുദു പദ്യത്തിന് യോജിച്ചതാണെന്ന് കരുതി ടീച്ചറാണ് അവളെ കണ്ടെത്തിയത്. ഞാൻ 2 വർഷവും സ്റ്റേറ്റിലേക്ക് എത്താൻ കഴിയും. വലിയ കാര്യം. സഹോദരനാണോ? ഏതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുക്കാറുണ്ടോ? ഉറുദു പദ്യമുണ്ട്, അവിടെ ഉറുദു പദ്യം, ഉറുദു ഫാമിലിയാണ്. സംസ്കൃതം പദ്യമുണ്ട്, ലളിതഗാനമുണ്ട്, മലയാളം പദ്യമുണ്ട്, ഗ്രൂപ്പ് സോങ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഏറ്റവും കയ്യിലുണ്ടല്ലേ. മാത്രം എങ്ങനെയുണ്ട് ഇവരുടെ പാർട്ടിസിപ്പേഷൻ? ഒരു സന്തോഷം. തീർച്ചയായിട്ടും അവർക്ക് കഴിവുകളുള്ള കുട്ടികളാണ്. പിന്നെ അത്യാവശ്യം മടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ടീച്ചറും ഞങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർ ചെയ്തു വരുന്നു. എന്തായാലും നമുക്ക് ടീച്ചറോടാണ് അതിന്റെ ഏറ്റവും കടപ്പാട്. കാരണം നമ്മൾ മലയാളം പദ്യം എന്നൊരു മേഖല മാത്രമാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നത്. ലളിതഗാനം അങ്ങനെ നമുക്കറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഉറുദു നമുക്ക് അങ്ങനെ ഒരു വഴങ്ങുന്ന ഭാഷയാണോന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറുദു ഒരു വരണ്ട ഭാഷ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇങ്ങനെ ഇത് ഈ ഒരു കവിത കേട്ടപ്പോഴാണ് ഉറുദു ഇത്ര ഒരു മനോഹരമായ ഒരു ഭാഷയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ബെസ്റ്റ് വിഷസ്. അടുത്ത കൊല്ലം സ്റ്റേറ്റിൽ അടിക്കണം കേട്ടോ ബ്രദറും. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത വർഷം കാണാം. ഓക്കെ, അപ്പൊ ഞാനേ വളരെ വേഗത്തിൽ നമ്മൾ ഇന്നലത്തെ ഒരു ചൂട് കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഇന്നലെ ചൂട് കാലാവസ്ഥയിൽ പലപ്പോഴും ആശ്രയിച്ചു. ഈ കൊല്ലത്തെ ഈ ആശ്രാമം മൈതാനത്തിന് ചുറ്റും എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമുണ്ട്, കള്ള് സോഡ. കള്ള് സോഡ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആര്യ എന്നാ അടിക്കാൻ പോലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് അടിച്ച് ഫിറ്റ് ആവാൻ പറ്റാത്ത സോഡയാണ്. കള്ളിന്റെ കളറ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു തവണ കുടിച്ചാൽ നമുക്ക് വീണ്ടും കുടിക്കാൻ തോന്നും, അത് ഉറപ്പാണ്. അപ്പൊ കൊല്ലത്തെ കള്ള് സോഡന്റെ ഒരു കാഴ്ച കാണാം. ഇനി ഐശ്വര്യാനിൽ റിപ്പോർട്ട് കാണാം. കലോത്സവ നഗരിയിലാണ്. ചൂടിനൊന്നും ഒരു കുറവുമില്ല. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ കലോത്സവത്തിൽ പങ്കെടുക്കാനും കലോത്സവം കാണാനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കലോത്സവ നഗരിയിലെ പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്തിന്റെ പരിസരത്തായി കള്ള് സോഡ കിട്ടുന്ന ഒരു കടയുണ്ട്. ആ കടയിലാണിപ്പോ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ആ കടയിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. രാവിലെ മുതൽ ഈ കട തുറന്നത് മുതൽ വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത്. ചേച്ചി, എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? ഇവിടുത്തെ സ്പെഷ്യൽ കള്ളുസോഡ. കള്ളുസോഡ മാത്രമല്ലല്ലോ, എന്തൊക്കെയുണ്ട് ഇവിടെ? കള്ളുസോഡ ഉണ്ട്, പൈനാപ്പിൾ സോഡ ഉണ്ട്, മുന്തിരി സോഡ ഉണ്ട്, മിൽക്ക് സർബത്തുണ്ട്. മിൽക്ക് സർബത്തിനകത്ത് ഒരുപാട് വെറൈറ്റികളുണ്ട്. ഈ കള്ളുസോഡ എന്ന് പറയുമ്പോൾ അതിന്റെ പേരിന് തന്നെ ഒരു കൗതുകമുണ്ട്. ആ കൗതുകത്തോടു കൂടിയാണ് പലരും ഇവിടെ എത്തുന്നത്. എന്താണ് അതിന്റെ ഒരു? ഇത് ഇന്നലെ തുടങ്ങിയതല്ല, 44 വർഷത്തിന് മുമ്പേ ഉള്ളതാണ് കള്ളുസോഡ എന്ന് പറയുന്ന കാര്യം. എന്താണ് അതിന്റെ ഒരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ? എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആളുകൾ വന്ന് കുടിക്കുന്നത്. അതിനാണ് ആൾക്കാർ കൂടുതലായി എത്തുന്നത്. എല്ലാവർക്കും കള്ളുസോഡ ഇഷ്ടമാണ്. അതാ കള്ളുസോഡ തന്നെ വേണമെന്ന് പറഞ്ഞ് വരുന്നത്. ആവശ്യക്കാരും അതിനാണ് കൂടുതൽ. ആന്നാന്ന്. ഇപ്പൊ എത്ര നാളായി ഇവിടെ ഈ കട തുടങ്ങിയത്? ഇവിടെ തുടങ്ങിയിട്ട് 1 വർഷം 8 മാസം ആവാറായി. ഇതിനു മുമ്പേ എന്റെ ഭർത്താവും അവരച്ഛനുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവര് യൂണിയൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ വളവില് ഒരു കൊച്ചൊരു ഏർമാട കടയായിരുന്നു, അവിടെയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെക്കേഷന് ഞാൻ മൈസൂരിൽ നിന്ന് ഇവിടെ വരുമായിരുന്നു. എന്റെ അമ്മയുടെ ആങ്ങളമാര് ഇവരുടെ കുഞ്ഞമ്മമാരെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പൊ അവര് ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു നാട്ടിലോട്ട്. അന്നേ ഞാൻ ഇവരെ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പൊ 35 വർഷമായി ഞാൻ ഇത് അറിഞ്ഞിട്ട്. അതിനു മുമ്പേ ഇവര് ഇത് ചെയ്തോണ്ടിരുന്നത്.
ഇപ്പോഴും അതിന് ആവശ്യക്കാരേറെ ഉണ്ട്. ആന്നാന്ന് ഈ നിൽക്കുന്നതെല്ലാം കള്ളുസോഡ കുടിക്കാനാ. ഈ കലോത്സവം ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലുണ്ട്. ആന്നാന്ന് ഉണ്ടുണ്ട്. ഈ സാധാരണക്കാട്ടിലൊരു തിരക്കുണ്ടല്ലോ, അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യും? ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കള്ളുസോഡയുടെ വിശേഷം. ഈ ചൂടാണ്, വേനൽക്കാലമാണ്, ഒത്തിരി പേര് വെള്ളം കുടിക്കാനും ഒക്കെ ഈ ഇതിന്റെ പരിസരത്തേക്ക് വരുമ്പോ ഇവിടെ വലിയ തിരക്കാണ് ഈ കടയ്ക്ക് മുന്നിൽ കാണുന്നത്. നല്ല സൂപ്പറായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഇവിടെ കൊല്ലത്തേരിയാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒന്ന് കുടിക്കുന്നത്. ഇവിടെ കലോത്സവം ആയതുകൊണ്ടാണ് ഇവിടെ വന്നത് തന്നെ. ഒത്തിരി കൊള്ളാം. നേരത്തെ കേട്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ഇന്നൊന്ന് കുടിച്ചിട്ട് പോകാമെന്ന് തന്നെ കരുതി. അതെ, അവർ സ്കൂളിലെ ടീച്ചേഴ്സാണ് 4 പേര്. നല്ലതാണ്. ഞാൻ എപ്പോഴും വരുമ്പോൾ കുടിക്കാറുണ്ട്. ഇവിടെ കൊല്ലത്ത് വരുമ്പോൾ കുടിക്കാറുണ്ട് എപ്പോഴും. നല്ലതാണ്. അറിഞ്ഞിട്ടാണ് എല്ലാവരും. ആണാണ്. കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കണം. ഉണ്ട് കൊടുത്തിട്ടുണ്ട്. കള്ളുസോഡ തിരക്കി എത്തുന്നവരാണ്. കള്ളൊന്നുമില്ല, അവരുടെ ഒരു പ്രത്യേക കൂട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന നാരങ്ങ സോഡയാണ്. എന്തായാലും അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ബിപിൻ മുരളിക്കൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 കൊല്ലം. അപ്പം നമ്മുടെ ഐശ്വര്യയുടെ കള്ളുസോഡയാണ് ആക്ച്വലി അടിപൊളിയായിരുന്നു. കള്ളുസോഡ എന്ന് പറഞ്ഞാൽ അത് ഈ ചിലര് ഒറിജിനൽ ഏറെയാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ ഒറിജിനൽ എന്ന് പറഞ്ഞ കടയിലും പോയി, ഈ പറഞ്ഞ കടയിലും പോയി, അങ്ങനെ എല്ലായിടത്തും പോയി കഴിച്ചു. ഓരോ സെപ്പറേറ്റ് ടേസ്റ്റ് ആണ്. പക്ഷേ അല്പം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് സൂക്ഷിക്കണം. നല്ല മധുരമുണ്ട്, പക്ഷെ നല്ല റിഫ്രഷിംഗ് ആണ്. ഭയങ്കര കൊല്ലത്ത് വന്നാൽ കള്ളുസോഡ കുടിക്കണം. ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആണ്. അതെ, പ്രത്യേകിച്ച് ആശ്രമം മൈതാനത്തിന് ചുറ്റും ഇഷ്ടംപോലെ ഉണ്ട് തന്നെ. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ ഇനി കലോത്സവത്തിന്റെ വേദിയിൽ തന്നെ തുടരുകയാണ്. ഒരുപാട് കാഴ്ചകൾ ഇനിയും വരാനുണ്ട്. കലോത്സവ വേദിയിലേക്ക്, കാഴ്ചകളിലേക്കൊക്കെ മടങ്ങിയെത്ത ഒരു കുഞ്ഞു ഇടവേളയ്ക്ക് ശേഷം ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലാണ് എങ്കിൽ പോലും കലോത്സവ വേദി അത് രാവിലെ തന്നെ സജീവമാണ്. രാവിലെ മഴയുണ്ടായിരുന്നു, ഒരു ചെറിയ തണുപ്പുണ്ട് അതിന്റേതായിട്ടുള്ള, അല്ലെ? നല്ല പൊരി വെയിൽ എന്ന് പറഞ്ഞാൽ പൊരി വെയിലായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇന്നെന്തായാലും കൂളാണ്, വളരെ കൂളാണ്. അപ്പൊ എന്താണെങ്കിലും 9:30 കൂടി ഈ സ്റ്റേജ് ഉണരും. കൂടുതൽ കലാപ്രതിഭകളൊക്കെ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ആസ്വാദകരൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ആര്യ ഇവിടെ ഒരു കലാകുടുംബത്തെ കണ്ടില്ലേ? അത് ആ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് അങ്ങനെ അപൂർവമായ ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കണ്ട ഒരു കുടുംബമാണത്. മോഹിനിയാട്ടം വേദിയില്, അതായത് അമ്മ പഠിപ്പിച്ച് നൃത്തം, അച്ഛൻ പാട്ടുപാടി, മോള് കളിച്ചു. അതായത് അച്ഛനും അമ്മയും മോളും ഒരുമിച്ച് മോഹിനിയാട്ടം വേദി ടീമായിട്ട് മോഹിനിയാട്ടം വേദിയിലുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടിട്ട് വരാം, അല്ലേ? നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കലാകുടുംബത്തെയാണ്. അച്ഛൻ പാട്ടുപാടി, അമ്മ ഡാൻസ് പഠിപ്പിച്ച് മോഹിനിയാട്ടം വേദിയിൽ കയറി പെർഫോം ചെയ്തിട്ട് ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരു താരത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹലോ, പല്ലവി. ഏത് സ്കൂളിൽ നിന്നാ? സെന്റ് തെരേസാസ് CGHS എറണാകുളം. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അമ്മയാണ് പഠിപ്പിച്ചത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പുറത്തുനിന്നുള്ള ഒരാളെ പോലെ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഒക്കെ ഉണ്ടല്ലോ. കൂടുതൽ അടിയും കിട്ടും, കൂടുതൽ ചീത്തയും. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ മകളെ പഠിപ്പിക്കുമ്പോൾ ഉള്ള വേറൊരു സ്റ്റുഡന്റിനെ പഠിപ്പിക്കണം തമ്മിൽ രണ്ടും 2 ലെവലാണ്. സ്റ്റുഡന്റ് ആണെങ്കിൽ പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ വേഗം കേൾക്കും. ഇവിടെ കുറച്ച് നമുക്ക് പ്രഷറൈസ് ചെയ്യണം. എന്നാലും ഞാൻ പറഞ്ഞ പോലെയൊക്കെ അവള് ട്രൈ ചെയ്യും, മാക്സിമം കളിക്കും. അപ്പൊ അത്ര അങ്ങോട്ട് മോഹിനിയാട്ടത്തിന്റെ ബേസ് ഒന്നും അറിയില്ലായിരുന്നു. കുഞ്ഞു കുട്ടിക്കാലം മുതലേ ഭരതനാട്യമാണ് അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഈ വർഷമാണ് മോഹിനിയാട്ടത്തിലേക്ക് കിടന്നത്. അപ്പോൾ ഒരു വെക്കേഷൻ മുതലേ ബേസിക് എല്ലാം പഠിപ്പിച്ച് കയ്യിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നു. ടീച്ചറിന് ഇപ്പൊ ഡബിൾ ടെൻഷൻ ആയിരിക്കും. ഒന്ന്, മോള് വേദിയിൽ നിൽക്കുന്നു, മോള് സ്റ്റുഡന്റും ആണ് സ്വന്തം, അല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാ അപ്പം അച്ഛനും അമ്മയും അനിയത്തി എല്ലാം കലാകാരന്മാരാണ്. അപ്പം വീട്ടിൽ ഫുൾ ടൈം ഡാൻസും പാട്ടും അങ്ങനെ ഒരു കലാരവം തന്നെ ആയിരിക്കുമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 4 മണി മുതൽ ഒരു 7 മണി വരെ ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് തന്നെയാണ് ചെയ്യുന്നുണ്ട്. അത് മത്സരമൊന്നുമില്ല, മത്സരം അല്ലെങ്കിലും എല്ലാ ദിവസവും പഴയ പഠിച്ച പാഠങ്ങളും വയലിന്, വീണ, ഫ്ലൂട്ട്, പുല്ലാങ്കുഴൽ എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കൂടാതെ അമ്മയുടെ പ്രോഗ്രാം അനുപമ മേനോൻ ഡാൻസ് മോഹിനിയാട്ട നർത്തകിയാണ്. അപ്പോൾ ആ മോഹിനിയാട്ടം ചെയ്യുന്ന പെർഫോമൻസിന് ഞങ്ങൾ 3 പേരും, ഞാൻ പാടി, മോള് വീണ വായിച്ച്, പുല്ലാങ്കുഴൽ വായിച്ച്, ഞങ്ങൾ ഒരുമിച്ച് കുടുംബപരമായിട്ട് തന്നെ ധാരാളം പ്രോഗ്രാമുകൾക്ക് പോകാറുണ്ട്.
അങ്ങനെ പോയി ഇങ്ങനെ ഞങ്ങളിങ്ങനെ പ്രോഗ്രാം നടത്തി വരുന്നു. ഒരു കലോത്സവ വേദി തന്നെയായിരിക്കും എല്ലാ ദിവസവും വീട്ടിലല്ലേ? കലോത്സവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ വീട്ടിൽ എല്ലാ ദിവസവും കലയെ തന്നെ ഉപാസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. കല തന്നെയാണ് നമ്മുടെ ജീവിതം. അച്ഛനും അമ്മയും കലോത്സവ വേദിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന താരങ്ങളല്ലേ? കലോത്സവ വേദി തീർച്ചയായിട്ടും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. നൃത്ത ഇനങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സംഗീത ഇനങ്ങൾക്ക് ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ വളർന്നു വന്നത്. മക്കളും നമ്മുടെ പോലെ തന്നെ ഈ കലോത്സവ വേദിയിലേക്ക് ഇങ്ങനെ സജീവമാകുന്ന കണ്ട് നല്ല ബുദ്ധിയോടുകൂടി വലിയ മത്സരമില്ലാതെ നല്ല മത്സരത്തോടു കൂടി ഇവർ വളർന്നു വരട്ടെ എന്ന് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു. കലയിൽ ഉയരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ കേവലം നമ്മുടെ കലോത്സവം കൊണ്ട് മാത്രം ഈ കല നിന്നു പോകാതെ അവരുടെ ഭാവിയിലും അവർ ഇതുമായിട്ട് ഉപാസിച്ച് ജീവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അന്നത്തെ കലോത്സവ വേദികളും ആ ഒരു കാലഘട്ടവും ഇപ്പോഴത്തെ മത്സരങ്ങളും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് തോന്നിയ ഒരു ചേഞ്ച് എന്താണ്? മെയിനായിട്ട് അന്ന് നമ്മൾക്ക് ലൈവായിരുന്നു, ഇപ്പോൾ CD ആണ്. അപ്പൊ അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അന്ന് ഞാൻ 98 ആ കാലഘട്ടത്തിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എനിക്കങ്ങനെ ഇപ്പോഴത്തെ അത്ര ഒരു മത്സരബുദ്ധി ഉണ്ടായിരുന്നില്ല. ആ പാരന്റ്സിന്റെ ഇടയിലായാലും ഗുരുക്കന്മാരുടെ ഇടയിലാണെങ്കിലും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ എത്ര നന്നായി കളിച്ചാലും കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കലോത്സവത്തിന്റെ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കമ്പാരിറ്റീവ്ലി നമ്മൾ ചെയ്യുമ്പോൾ പണ്ടത്തെ ആണ് കുറേ കൂടി ഒരു ലൈവ് ഓർക്കസ്ട്ര, നമ്മുടെ ഗുരുവും നമ്മുടെ പാട്ടും എല്ലാം നമ്മുടെ കൂടെ നിന്ന് നമ്മൾ കളിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മെന്റലി ആൻഡ് മോറൽ സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു. അപ്പം ഒരൈറ്റത്തിൽ മാത്രമല്ല പങ്കെടുക്കുന്നത്, ഒരുപാട് ഐറ്റംസ്, ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന താരമാണ്. ഇനി ഏതൊക്കെയാണ്? ഇപ്പൊ വീണ കഴിഞ്ഞു, ഇപ്പൊ മോഹിനിയാട്ടം, ഇനി 7-ാം തീയതി ഭരതനാട്യവും വൃന്ദവാദ്യവും. അപ്പം ഇവിടെ വേറൊരു കുട്ടിത്താരം കൂടിയുണ്ട്. 7ാം ക്ലാസ്സിലാണ്. അതുകൊണ്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തത്. മോളുടെ ഐറ്റംസ് ഏതൊക്കെയാണ്? ഫ്ലൂട്ട്, വയലിന്. അപ്പൊ ജില്ലയിലൊക്കെ മത്സരിച്ച് A ഗ്രേഡ് ഒക്കെ നേടിയിട്ടുണ്ടല്ലേ? ഹൈസ്കൂൾ മുതലേ. കല തന്നെ ജീവിതമാക്കിയ, എല്ലാ ദിവസവും കലോത്സവം പോലെ ആഘോഷിക്കുന്ന പല്ലവിയും കുടുംബത്തെയുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം ആര്യാർ ദേവൻ, ന്യൂസ് 18 കേരളം, കൊല്ലം. ക്യാമറാൻ ബിബിൻ മുരളിയും ആര്യാർ ദേവനും ചേർന്നാണ് കലാകുടുംബത്തെ പ്രേക്ഷകരിലേക്ക്. ഇപ്പൊ ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ബിബിൻ മുരളി തന്നെയാണ്. ഇപ്പൊ ഞാൻ ഈ കാണുന്ന കാഴ്ച, ഇപ്പൊ ബിബിൻ നൽകുന്ന ദൃശ്യം, അത് പിന്നിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടേതാണ്. അവരൊരു രക്ഷണ പ്രയത്നമുണ്ട് കേട്ടോ. അതിൽ ഒരു മിനിറ്റ് ഇടവേള എടുക്കാതാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കാൻ വേണ്ടി അവര് അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സുപ്പീരിയേഴ്സ് അപ്പോൾ രാവിലത്തെ ഒരു മീറ്റിംഗ് ആണ്. അതെ, എക്സാക്ട്ലി. അപ്പോ ഇനി ഇതിന്റെ പോലീസിന്റെ തന്നെ ഇപ്പൊ ആ പവലിയൻ അവിടെ ആളുകളില്ല എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് പാൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇത് പോലീസിന്റെ പവലിയനാണ്. ഈ പോലീസിന്റെ കൊല്ലം സിറ്റിയിലെ പവലിയനിൽ കേരള പോലീസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്നതാണ്. അവിടെ കുടിവെള്ളം, അവിടെ ഈ പ്രതിഭകൾക്ക് തണ്ണിമത്തൻ, അങ്ങനെ പല പരിപാടികളും ഉണ്ട് ഇവിടെ. അതാണ് കാര്യം. എനിക്കൊന്ന് ചായ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ഈ ഏതാണെങ്കിലും പോലീസുകാരുടെ ഒരു ഉദ്യമമാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള. തൊട്ടപ്പുറത്ത് തന്നെ പോലീസിന്റെ കൺട്രോൾ റൂമും ഉണ്ട്. പോലീസിന്റെ കൺട്രോൾ റൂമും തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. നമുക്ക് നോക്കാൻ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പേരന്റ്സും കുട്ടികളും ടീച്ചേഴ്സും എല്ലാം എത്തുമ്പോഴേക്കും ഈ പവലിയൻ എല്ലാം സജീവമാകും. ഇപ്പോൾ അവര് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പവലിയനിൽ പോലീസുകാരൊക്കെ നിപ്പുണ്ട്. ഇത് പോലീസിന്റെ കൺട്രോൾ റൂമാണ്. ഒരു താൽക്കാലിക കൺട്രോൾ റൂം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ CCTV ക്യാമറകളൊക്കെ നിരീക്ഷിച്ച് വാക്കി ടോക്കികളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ സജീവമായി തന്നെ ഈ കലോത്സവ വേദിയിലുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാര്യക്ഷമമായി നടത്താൻ, സുഗമമായിട്ട് നടത്തിപ്പിന് ഒരു വലിയൊരു പോലീസ് സംഘത്തിന്റെ എഫേർട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്നാലും അതൊക്കെ ഈ കലോത്സവ വേദിയിലെ കാഴ്ചകളിൽ ഒന്നാണ്. ഈ ഓരോരോ സ്റ്റോളുകൾക്കും ഓരോരോ കഥ പറയാനുണ്ട്. നിരവധിയായിട്ടുള്ള സ്റ്റോളുകളുണ്ട് ഈ കലോത്സവ നഗരിയിൽ. ആ കാഴ്ചകളിലൊക്കെ നമുക്ക് എത്താം. നമുക്കിനി ഇന്ന് നാടകത്തിന്റെ ഇന്നൊരു പക്ഷേ നാടകം വല്ലാതെ ശ്രദ്ധിക്കപ്പെടും, പ്രത്യേകിച്ച് കൊല്ലത്തായതുകൊണ്ട്. തീർച്ചയായും. അപ്പൊ നമ്മൾ ഇന്നലെ ആരെ കണ്ടിരുന്നു? സിനിമാ താരമായിട്ടുള്ള മണികണ്ഠനെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം ഒരു നാടക നടൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചില കലോത്സവ ഓർമ്മകൾ കൂടി നമ്മളോടൊപ്പം പങ്കുവയ്ക്കാറുണ്ട്. ഈ കമ്മട്ടിപ്പാടത്തിലൂടെ നമ്മളെ അന്ന് വിസ്മയിപ്പിച്ച് കടന്നെത്തിയ ഒരു നാടക നടനാണ് ഈ അറിയാമോ മണികണ്ഠൻ. അവിടെ തൃപ്പൂണിത്തുറയിൽ ഒരു ഇറച്ചിവെട്ട് കടയിലെ ജോലിക്കാരനാണ്. അപ്പോൾ നാടക
സജീവമായിട്ട് നാടകത്തിലുള്ള മണികണ്ഠന്റെ ചില ഓർമ്മകൾ, കലോത്സവ കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം. മണികണ്ഠനിലെ കലോത്സവ വേദിയിൽ ഏറ്റവും അധികം പ്രേക്ഷകരുണ്ടാവുക നാടകങ്ങൾക്കാണ്. ആ നാടകം കാണാൻ വളരെ മുൻപ് തന്നെ ഇവിടെ എത്തി കാത്തിരിക്കുന്ന ഒരു സിനിമാ താരം കൂടി ന്യൂസ് 18 ഉണ്ട്. അത് മറ്റാരുമല്ല, മണികണ്ഠൻ ചേട്ടനാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ സിനിമാ താരമാവുന്നതിന് മുമ്പ് നടനാണ്, നാടക പ്രവർത്തകനാണ്. ഇപ്പോഴും നാടക നടനും പ്രവർത്തകനുമാണ്, നാടകത്തിന്റെ പ്രവർത്തകനുമാണ്. പിന്നെ എനിക്കിവിടെ ഷൂട്ട് ഇവിടെ അടുത്താണ്, അതൊരു വലിയ ഭാഗ്യമായി. എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, എല്ലാ നാടകങ്ങളും കാണാൻ കഴിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഷൂട്ടിന്റെ ഒരു സാഹചര്യം പോലെ. പിന്നെ എന്താ പറയാ, നമ്മള് കലോത്സവങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മത്സരിക്കുന്ന ആ മത്സരാർത്ഥികളെ നേരിട്ട് കാണാനും അവർക്ക് അനുമോദങ്ങൾ അറിയിക്കാനൊക്കെ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ഈ വേദിയിൽ നമ്മളൊരു ഗസ്റ്റായിട്ട് വരുന്നു, അല്ലെങ്കിൽ അവര് നമ്മളുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗ്യമായി എടുക്കുന്നു. സാധാരണഗതിയിൽ എല്ലാ കലോത്സവങ്ങൾക്കും പോകാറുണ്ട്, എങ്ങനെയാണ് അനുഭവം? ഇല്ല, എല്ലാ കലോത്സവത്തിനും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പഠിക്കുന്ന കാലത്തിൽ ജില്ല വരെ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ, ജില്ലയ്ക്ക് മേളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. കലോത്സവം അതായത് സംസ്ഥാന തലത്തിൽ വലിയൊരു ഉത്സവമാണ് ഇത്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ട് കൊതി കുത്തിയിട്ടേ ഉള്ളൂ, അത് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ 2016 സിനിമാ താരമായതിനു ശേഷമാണ് കണ്ണൂരിലാണ് ആദ്യമായിട്ട് സംസ്ഥാന തലത്തിൽ ഒരു ഉത്സവം കലോത്സവം കാണുന്നത്. അതുപോലെ ഇനി വരുന്ന കൊല്ലങ്ങളിലൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനിടയ്ക്ക് നമുക്ക് കുറെ കൊറോണയും അതേപോലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് രണ്ട് കൊല്ലം ഉണ്ടായില്ലല്ലോ. എന്തായാലും ഇനി മുമ്പോട്ട് വരുന്ന കലോത്സവങ്ങൾക്കൊക്കെ വരണമെന്നും അതിൽ മത്സരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും പിന്നെ ഇങ്ങനെ സന്തോഷം നടക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. മത്സര വേദികളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എത്തുന്നത് നാടകം കാണാൻ, പക്ഷെ ഇത്തരം വേദികളിൽ മാത്രമായി ഒതുങ്ങി പോകുന്നുണ്ടോ നാടകം, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അത് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയേണ്ട അത്ര ചെറിയ കാര്യമല്ല അത്. അതിന് നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരിക്കേണ്ട വരും. ഇപ്പോൾ നമുക്കത് സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കലോത്സവ വേദികളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐറ്റം നാടകമാണ് എന്ന് പറയുന്ന സന്തോഷത്തിൽ നമുക്ക് തൃപ്തിപ്പെടാം. ബാക്കിയുള്ളത് നമുക്ക് ആലോചിക്കാം, നമുക്ക് സംസാരിക്കാം. ഈ പുതുതലമുറയിലുള്ള നാടകം ഇഷ്ടപ്പെടുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? നാടകം ജീവിതത്തിന്റെ വേറൊരു പുറമാണ്, അല്ലെങ്കിൽ ജീവിതം തന്നെയാണ്. നമുക്ക് ഒഴിച്ചു മാറ്റാൻ കഴിയാത്ത, നമ്മളെല്ലാവരും അഭിനയിക്കുന്നുണ്ട്, നിങ്ങളും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു കലയാണ് അഭിനയം അല്ലെങ്കിൽ നാടകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് പലർക്കും എന്താ പറയുക, പല രീതിയിലാണ് അത് ഇഷ്ടപ്പെടുന്നത്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. എന്തായാലും നാടകമെന്ന കലാരൂപത്തിന് കേരളത്തിലുള്ള വില അത് വളരെ വലുത് തന്നെയാണ്. പക്ഷെ അതിനെ നമുക്ക് പോഷിപ്പിക്കേണ്ടതുണ്ട്, ഇനിയും അതിന് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു വേദികൾ വരണം. വിദേശികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നതാണ്, കൊച്ചിയിലാണെങ്കിലും കൊല്ലത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ചിലപ്പോൾ ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാവാം. എറണാകുളത്ത് ഒരു നല്ല ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു പുറത്തുനിന്നുള്ള ഒരു പ്ലേ കൊണ്ടുവന്ന് കളിപ്പിക്കാനുള്ള സൗകര്യമുള്ള ഒരു വേദിയില്ല. അപ്പോൾ അങ്ങനത്തെ വേദികൾ ഉണ്ടാക്കുക, നാടക കലാകാരന്മാർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരുപാട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ചർച്ച ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി മാത്രം നിങ്ങളൊരു പ്രോഗ്രാം ഒരുക്കണം. ആ പ്രോഗ്രാം ഒരുക്കുമ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്ന നാടക നടന്മാരോ അല്ലെങ്കിൽ നാടകത്തിൽ നിന്ന് പോയ സിനിമാ നടന്മാർ മാത്രമല്ലാതെ ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഭരണാധികാരി ആ പ്രോഗ്രാമിൽ ഉണ്ടാവണം, എന്നാലേ നമ്മൾ പറയുന്നതിൽ കാര്യമുള്ളൂ. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ ഇടയിൽ ഈ പറയുന്ന കാര്യം ഒന്നും ആരുടെ ചെവിയിലേക്കും പോവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യം ഇപ്പം ഇല്ല എന്ന് പറഞ്ഞത്. എന്തായാലും വളരെയധികം നന്ദി, അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. ഷിജു ചമറയ്ക്കൊപ്പം ഐശ്വര്യാണ്, ന്യൂസ് 18 കൊല്ലം. അപ്പൊ അതാണ് മണികണ്ഠന്റെ വിശേഷങ്ങള്. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം അത് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ. ഇത് ആക്ച്വലി ഇത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ കൊടിമരമാണ്. ഈ കൊടിമരത്തിന്റെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത് കൊല്ലത്തെ സാംസ്കാരിക രംഗത്തെ, കലാരംഗത്തെ, സാംസ്കാരിക, സാമൂഹിക, സിനിമ, അങ്ങനെ എല്ലാ മേഖലകളെ ഓരോ മൺകലങ്ങളായി ഇത് 6 മൺകലങ്ങൾ
6 മൺകലങ്ങളുമായി അവർ അതിൽ 2 ചിത്രങ്ങൾ വെച്ചിട്ട് ആലേഖനം അതെ, ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ 24 മൺകലങ്ങളാണുള്ളത്. അതിൽ 44 പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മുഖമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. അത് ഈ കൊടിമരത്തിന് ചുറ്റുമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു വിവരം, അത് എന്റെ റിപ്പോർട്ടുണ്ട്, MG ഇത് തയ്യാറാക്കി. ഞാൻ അതിലേക്ക് വരാം. പക്ഷെ അതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് ഒരു വയലിനുമായിട്ടൊരു മിടുക്കിയെ കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. വയലിനാണോ പങ്കെടുത്തത്? അതെ. മത്സരം കഴിഞ്ഞോ? ഇല്ല, 7-ാം തീയതിയാണ് മത്സരം വരുന്നത്. ഓക്കെ, അപ്പോ എത്ര നാളെ വയലിൻ പഠിക്കുന്നു? ഞാൻ 5 കൊല്ലമായിട്ട് വയലിൻ പഠിക്കുന്നത്. പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ദീപ്ത. ദീപ്ത ഏത് സ്കൂളില്? കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ എങ്ങനെയാ ഞങ്ങൾക്ക് വേണ്ടിട്ട്, ന്യൂസ് 18 വേണ്ടിട്ട്, ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു ചെറിയ പീസ്? ഓക്കെ, ഞാനൊരു പാട്ട് വായിക്കാം. ഓക്കെ, പാട്ട് വായിക്കും. ഏതാന്ന് പറയാമോ? മലയാളത്തിലുള്ള മലർക്കൊടി പോലെ. ഓ, അടിപൊളി, ചെയ്യാം. സൂപ്പർ. ഒരു കാര്യം പറയട്ടെ, ഈ ദിയയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ദിയ വയലിൻ കയ്യിൽ നോക്കിയപ്പോ ഡാൻസിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇന്ന് തിരുവാതിരയില് മത്സരിക്കാനുണ്ട്. ദീപ്തയുടെ കയ്യില് മൈലാഞ്ചി കിട്ടപ്പോ ഞാൻ വിചാരിച്ചു വയലിൻ ചെയ്യുന്ന ആൾക്ക് എന്തിനാ മൈലാഞ്ചി അനുസരിച്ചാണ് ചോദിച്ചത്. ഓക്കെ, പാട്ട് പാടും. സാധാരണ വയലിൻ വായിക്കുന്ന കുട്ടികളൊക്കെ പാട്ട് പാടാൻ ശ്രമിക്കാറുണ്ടല്ലോ. ഇല്ല, ശരി. അപ്പൊ ദീപ്ത, തിരുവാതിര ഇന്നുണ്ടോ? ഇന്ന് തിരുവാതിര, 7-ാം തീയതി വയലിനും വൃന്ദവാദ്യവും. ഓ, വൃന്ദവാദ്യത്തിലുമുണ്ട്. ഓക്കെ, 3 മത്സരം. അതെ അതെ. അപ്പൊ തിരുവാതിര എപ്പോഴാ തുടങ്ങുന്നില്ല? തിരുവാതിര ഇന്ന് ഉച്ചയ്ക്ക്. അപ്പൊ നിങ്ങളുടെ ടീം എവിടെ? ഞങ്ങളൊക്കെ അവിടെ മേക്കപ്പ് ഇടാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് റെഡി ആണ്. അപ്പൊ ദീപ്ത ഇങ്ങനെ ഓടാൻ നിൽക്കുക. ദീപ്തയെ നമ്മളോട് ഇങ്ങനെ വിളിച്ചപ്പോ തന്നെ പെട്ടെന്ന് പോയിടേ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഇലസ്ട്രേഷന്റെ കാര്യമാണ്. നമുക്ക് ആ റിപ്പോർട്ട് കണ്ട ശേഷം വേഗം മടങ്ങി എത്താം. MG മുതൽ ഇന്നലെ ഇലസ്ട്രേഷന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അതിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ പതാക ഉയർത്തിയ ഈയിടത്ത് ഇല്ലുസ്ട്രേഷൻ കൊണ്ട് സമ്പന്നമാണ്. അതൊരുക്കിയത്, അതായത് നമ്മുടെ പ്രധാനപ്പെട്ട 44 വ്യക്തിത്വങ്ങളെയാണ്, അതും ഈ 24 മൺകുടങ്ങളിൽ വരച്ചു തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിലെ ശില്പി, അതിന് പിന്നിലെ പ്രവർത്തിച്ച ആ കലാകാരനെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ആശ്രമം സന്തോഷ്, സ്വാഗതം ചേട്ടാ. എങ്ങനെയാണ് ഈ ഒരു ബില്ലിലേക്ക്, ഇത്തരത്തിലുള്ള ഒരു ആശയത്തിലേക്ക് വന്നത്? ഇതിന്റെ സംഘാടക സമിതിയിലെ സ്വീകരണ കമ്മിറ്റിക്കാർ എന്നോട് ഈ കൊടി ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് അത് വ്യത്യസ്തമായിട്ടുള്ള ആശയം ആയിരിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ഇത്തരം ഒരു പ്രോജക്റ്റ് അവരോട് അവതരിപ്പിച്ചപ്പോൾ അവരത് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അങ്ങനെയാണ് ഇത്. അതായത് നമ്മുടെ കൊല്ലത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ നമുക്ക് എല്ലാ തരത്തിലും അഭിമാനമായി തീരുന്ന ഈ മഹാന്മാരാണ് ഇവരെല്ലാം. അവരെല്ലാം മൺമറഞ്ഞുപോയി. ഈ മൺമറഞ്ഞു പോയവരുടെ രേഖാചിത്രങ്ങൾ മൺകുടത്തിലാണ് നമ്മൾ രചിച്ചിരിക്കുന്നത്. ഇത് സെലക്ട് ചെയ്യാൻ, അതായത് ഓരോ വ്യക്തിത്വങ്ങളെ സെലക്ട് ചെയ്യുന്നതിന് അതിനേതെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു? ഇത് നമ്മുടെ നാട്ടിൽ ധാരാളം സാഹിത്യ, സാംസ്കാരിക, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മഹാന്മാരുണ്ട്. അപ്പൊ എല്ലാരെയും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും
പഴയ തലമുറയിൽ തൊട്ട് ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയ കുണ്ട്ര ജോണി വരെ ഇതിനകത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഇതിനകത്തുള്ള പ്രധാന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തിന്റെ എല്ലാവരുടെയും ഒരു ആരാധന കഥാപാത്രമായിട്ടുള്ള ബേബിച്ചായൻ, കാക്കനാടൻ, ആ കാക്കനാടൻ ഫാമിലിയിലെ 3 പേരുടെ ചിത്രങ്ങൾ ഇതിനകത്തുണ്ട്. തീർച്ചയായും അതിലേക്ക് തന്നെയാണ്. ആ ചിത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ചേച്ചിയുടെ പേര് മകളാണ്. അപ്പോ 3 പേര്, ഒരു ഫാമിലിയുള്ള 3 പേരുടെ ചിത്രങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? വളരെ സന്തോഷമുണ്ട്. കൊല്ലത്തിന് മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ശ്രീ സന്തോഷാണ്. നമ്മുടെ ഫാമിലിയായിട്ട് അടുപ്പമുണ്ട്. ഇത്രയും ഓർത്ത് എല്ലാവരെയും ഉൾപ്പെടുത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അച്ഛനുണ്ട്, കാക്കനാടനുണ്ട്, അച്ഛന്റെ അനിയൻ രാജൻ കാക്കനാടനുണ്ട്, കൂടാതെ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ വൈക്കം ചന്ദ്രശേഖരൻ നായരുണ്ട് ഇവിടെ. അപ്പൊ തന്നെ ഇതിൽ നേരത്തെ ഈ ഒരു ആലോചന വന്നപ്പോൾ നേരത്തെ അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോകുന്നു? സർപ്രൈസ് ആയിരുന്നു? സർപ്രൈസ് ആയിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് സർപ്രൈസ് ആയത്. ഭയങ്കര സന്തോഷമായി. തീർച്ചയായും എന്തായാലും മറ്റൊരു കലാകാരി കൂടി ഉണ്ട്. അതിൽ ചെറിയ ചിത്രങ്ങൾ വരച്ച് ചേർത്ത, അതായത് ഈ മൺകുടത്തിൽ വരച്ച് ചേർത്ത ഒരു കലാകാരി കൂടിയുണ്ട്. മോളുടെ പേരെന്താണ്? ഗോപിക കണ്ണൻ. ഇത് എങ്ങനെയാ സമീപിക്കുന്നത്? അതായത് മോളിലേക്ക് എങ്ങനെയാ ഇത് വരുന്നത്? ഞാൻ സാറ് പറഞ്ഞിട്ടാ ഇത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ 16 കുടങ്ങളാണ് എന്റെ ഇത് തന്നത്. അപ്പം എന്റെ കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. കുട്ടികളുടെ പ്രതീകമാക്കിയാണ് ചെയ്തത്. സാറിന് ശിക്ഷയാണോ? ആ, എന്റെ ടീച്ചറാണ്. എത്ര കാലമായിട്ട് പഠിക്കുന്നു? ഇപ്പൊ ഇല്ല, മുമ്പ് കൊച്ചിയിലായിരുന്നു. ഇപ്പം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. കലാകാരനാണ് ഷാജു സ്വാമി. ഷാജു സ്വാമി മങ്ങാട്. എന്നോടൊപ്പം ഈ ഇതിനായി പ്രവർത്തിച്ച മറ്റൊരു കലാകാരൻ റോഷൻ ജി. ഇത് രണ്ടും തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരാണ്. ഇതിലുണ്ടായിരുന്നു. എങ്ങനെ തോന്നുന്നു? ഇത്ര ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ആധുനിക കലാസങ്കല്പങ്ങൾക്ക് രൂപപരമായ ആശയപരമായൊക്കെ ഒട്ടനവധി മാറ്റങ്ങളും ചർച്ചയൊക്കെ നടക്കുന്ന ഈ സമയത്ത് കേരളത്തിന്റെ സംസ്ഥാന യുവജനോത്സവത്തിൽ ഇത്തരം ഒരു ഇൻസ്റ്റലേഷൻ എനിക്ക് തോന്നുന്നു സ്കൂൾ യുവജനോത്സവത്തിന്റെ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ ഇത് ആദ്യമായിട്ടൊന്ന് അവകാശപ്പെടാമെന്ന്. തീർച്ചയായും എന്തായാലും 1.5 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് ഈ കലാ കൗമാര വേദി ആകുമ്പോൾ അവിടെ മൺമറഞ്ഞു പോയിട്ടുള്ള കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തു നിന്നുള്ള പ്രമുഖരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുകയാണ് എന്റെ ഈ പിന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കാക്കനാടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുടെ കുടുംബത്തിലെ 3 പേരുടെ ചിത്രങ്ങൾ ഈ മൺകുടത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 കൊല്ലം. അപ്പൊ അതാണ് ഈ മൺകുടത്തിന്റെയും ഈ ആലേഖനം ചെയ്തിരിക്കുന്ന ഇല്ലസ്ട്രേഷനെ കാഴ്ച. നമ്മുടെ അതുല്യ പ്രതിഭകളെ ഇതിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. ആ കലാകാരനെ നമ്മൾ പരിചയപ്പെട്ടു. നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മളിനി നമ്മുടെ തന്നെ ടീമിലേക്ക് ഒന്ന് പോവുകയാണ്. നമ്മുടെ അതെ ഈ ഷിജു ചവറ എന്ന് പറയുന്ന ഒരു കൊല്ലംകാരനുണ്ട് ഇവിടെ. നമ്മുടെ ക്യാമറമാനാണ് ഷിജു. കൊല്ലത്തേക്ക് കലോത്സവത്തിൽ ഇപ്പൊ എന്ത് തോന്നുന്നു? തകർക്കല്ലേ കലോത്സവം? ആണോ? 16 കൊല്ലം കലോത്സവമാണ് വരുന്നത്. അന്ന് ഞാൻ അന്ന് ഇവിടെ വെച്ചല്ലായിരുന്നു, ബോയ്സ് സ്കൂളിൽ വെച്ചാണ് പ്രധാന വേദി. കലോത്സവം കാണാനൊക്കെ പോവാറ്. ഇതേടൊക്കെ നമ്മള് പോയിട്ടില്ലല്ലോ. ശിശു എന്തെങ്കിലും ഈ സ്കൂളിലൊക്കെ സ്റ്റേജിലെല്ലാം കയറിയിട്ടുണ്ടോ? ഞാനൊരു വട്ടം ഞാൻ VHS പഠിക്കുമ്പോ ഞാൻ മാപ്പിളപ്പാട്ട് ഒരു സംശയമുണ്ട്. മാപ്പിളപ്പാട്ട് അന്ന് 2 പേര് പാടാം. അതൊക്കെ മറന്നുപോയി. ഈടൊക്കെ പോയി. അന്നുണ്ടായിരുന്നു. എന്നിട്ട് കൊല്ലത്ത് നമ്മുടെ ഈ ഒരു കലോത്സവം വന്നിട്ട് ആകെ മൊത്തമുള്ള ഒരു ആംബിയൻസ് ഈ തുടക്കത്തിലെ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നേരത്തെ ലല്ലുച്ചേട്ടൻ കലവറയിൽ നിന്ന് സൂചിപ്പിക്കുകയും ചെയ്തു, കൊല്ലത്തേക്കല്ലേ വന്നേക്കുന്നേ, വലിയ ആളുകളൊന്നും കാണത്തില്ല, മലബാറിലെ പോലെ ആളുകളുടെ ഒരു കുത്തൊഴുക്കൊന്നും വേദികളിലേക്ക് കാണില്ല. പക്ഷെ അങ്ങനെയല്ല. ഇന്നലെ വൈകുന്നേരം വന്ന് കാണുമ്പോ കൊല്ലക്കാരെങ്ങനെയാണെന്നുള്ളത് അറിയത്തുള്ളൂ എല്ലാവരും. അതെ, ബാക്കി ഓൻവിയുടെ നാടല്ലേ ഇത്? അതിലേക്കുള്ള വേറെ എന്താണ്? മഹാനായിട്ട് ഷിജുചാരുടെ നാടല്ലേ? ഓക്കെ, ഇനി ഞാനേ മറ്റൊരു നമ്മുടെ കോഴിക്കോട് നിന്നെത്തിയ ഒരു വിനോദേട്ടനുണ്ട്. വിനോദേട്ടൻ നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറമാനാണ്, സിംഗറാണ്. വിനോദേട്ടൻ എങ്ങനെയാണ് കലോത്സവത്തിൽ കൊല്ലത്തെത്തിയത്? ഉഷാറാണ്. നല്ല എന്താ പറയാ, ഇന്നലെ കളർഫുൾ ആയിരുന്നു. കുറച്ചുകൂടി പ്രോഗ്രാംസ് ഒക്കെ നല്ല വെറൈറ്റി ആയിരുന്നു. നമ്മൾ കുറെ സ്റ്റോറീസ് ചെയ്തു. നല്ല ദഫ്മുട്ടിന്റെ ഒക്കെ കുറെ സ്റ്റോറി ചെയ്തു. പിന്നെ ഈ ഇല്ലസ്ട്രേഷന്റെ അവര് ഭയങ്കരമായിട്ട് പിന്നെ എടുത്ത്
നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി നമ്മൾ ചെയ്തു, നന്നായിട്ട് ചെയ്തു. ഇന്നലെ നന്നായിട്ട് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. വെയിൽ കൊണ്ടതിന്റെ ഒരു കരുവാളിപ്പ് മുഖത്തുണ്ടല്ലോ. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു, കാട്ട വെയില്. 12 മണി 1 മണിക്കൊക്കെ നമ്മൾ ലൈവ് എടുക്കുന്ന സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. നല്ല വെയിലായിരുന്നു. ഓക്കെ, എന്നാലും ഓക്കെ, നന്നായിട്ട് ഉഷ്ണിച്ച്. ഇന്നധികം വെയിലാന്ന് തോന്നുന്നു, പക്ഷെ മഴക്കാറുണ്ട്. മഴയുണ്ട്, മഴയുണ്ട്. പക്ഷെ വെയിൽ കുറവാണെങ്കിലും ആ മഴയുടെ ഒരു ഏറ്റവും ശ്രദ്ധയുള്ള ഈ ബാൻഡ് മേളൊക്കെ നടക്കുന്ന, ഓക്കെ അപ്പം നടക്കട്ടെ. ബാൻഡ് മേളൊക്കെ നടക്കുന്ന വേദിയിൽ ഈ മഴ ബാധിക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. ബാൻഡ് മേള എപ്പോഴും ഈ ഓപ്പൺ സ്പേസിലാണ് നടത്താൻ സാധിക്കുള്ളൂ. കുളമാക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും മഴയുടെ ഒരു വലിയ പ്രശ്നം കാണുന്നുണ്ട്. മഴക്കാർ ഇങ്ങനെ മൂടി വരുന്നു, മഴ ഇങ്ങനെ ചിന്നി ചിന്നി പെയ്തോണ്ടിരിക്കുന്നുണ്ട്, ചെറുതായിട്ട് ചാറ്റൽ മഴ വരുന്നുമുണ്ട്. അപ്പോൾ ഐശ്വര്യ കൂടി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ഐശ്വര്യ രാവിലെ മുതൽ ഇങ്ങനെ വിശക്കുന്നു. ഇഡലിയുടെ കഥ ലല്ലു കലവറയിൽ നിന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഐശ്വര്യക്ക് വിശപ്പ് തുടങ്ങിയതാണ്. പിന്നെ എന്താ ഇന്നത്തെ ഫുഡ് പ്ലാൻ എന്താണ്? ഇന്നലെ ഐശ്വര്യ രാവിലെ കൊല്ലത്തെ ഓരോ ഡിഷസും ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ചെമ്മീൻ മുതൽ രാത്രി എന്തായിരുന്നു? നമ്മൾ എവിടെ പോയാലും ഫുഡ് ആസ്വദിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചത് അപ്പവും ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അത് ഫുഡ് ആസ്വദിക്കണം. ഇന്നലെ ആര്യ പറഞ്ഞില്ലേ, നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഭക്ഷണം കഴിക്കണം. അത് നല്ലതാണോ, അത് എന്താണ് നമ്മൾ അറിയേണ്ടത്. അത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് മാത്രം രുചി അറിഞ്ഞിട്ട് കാര്യമല്ലോ. നമ്മളൊരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ സ്ഥലങ്ങൾ കാണുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ മെയിൻ ആണ്. ഇതാണ് അവിടുത്തെ മെയിൻ. ഓക്കെ, അപ്പം ഇന്നെന്താ ഐശ്വര്യയുടെ പ്ലാൻ എന്താണ്? നമ്മൾ പ്രേക്ഷകർക്കായിട്ട് എന്തെങ്കിലും ഏത് വേദിയിലേക്കാണ് പോകുന്നത്? ഇന്ന് എനിക്ക് ബാൻഡ് മേളത്തിന്റെ വേദിയിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് ഉറപ്പായിട്ടും സംസ്ഥാന കലോത്സവത്തിൽ എത്തിയിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷ. ഞാൻ ഓൾ ഇന്ത്യസിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് ഉറപ്പായിട്ടും എത്തിയിട്ടുണ്ടാവുന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അവിടെ പോയി നോക്കണം എന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഗ്ലാമറസ് ഐറ്റംസ് എല്ലാം ഇന്നാണ്. അപ്പം എല്ലാ വേദികളിലും അങ്ങനെ ഒരു തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അത്തരം ഒരുപക്ഷെ ഇവിടെ എത്താൻ കഴിയാതെ പോയവർക്ക് കാണാൻ താല്പര്യമുള്ള ഒരുപാട് ഒപ്പന പോലെയുള്ള മത്സരങ്ങളുണ്ട്. പിന്നെ അങ്ങനത്തെ ഗ്ലാമറസ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ അതിൽ രസകരമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പൊ എല്ലാ വേദികളിലും സജീവമായിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, ശരി, അപ്പൊ നടക്കട്ടെ കേട്ടോ. അപ്പോ എന്തായാലും ഇപ്പൊ ഐശ്വര്യ സൂചിപ്പിച്ചല്ലേ, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരുപാട് ഇവന്റുകൾ നടക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രധാന വേദിയാണ് ONV സ്മൃതിയിൽ അല്ലെ? ONV സ്മൃതിയിൽ ഇന്ന് തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട മത്സരങ്ങൾക്കും ഒക്കെ വേദിയാവാൻ പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. രാവിലെ ഇനിയിപ്പോ മോഹിനിയാട്ടമാണെന്ന് തോന്നുന്നു ആദ്യം അവിടെ നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഒപ്പന. ഈ ഒപ്പന കാണാനൊക്കെ ഒരുപാട് ആളുകള് എത്തുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പം നമുക്ക് ഒപ്പന കാണാനെത്തുന്ന ആൾക്കാരെയും ഒപ്പന കളിക്കാനെത്തുന്ന ചെറിയ കുട്ടി താരങ്ങളെയും ഒക്കെ നമുക്ക് വഴിയേ പരിചയപ്പെടാം. അവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞ് നമുക്ക് പോവാം, അല്ലേ എൽദോ? എക്സാക്ട്ലി. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പോലീസുകാരുടെ മീറ്റിംഗ് കഴിഞ്ഞ് അവരിപ്പോൾ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഡ്യൂട്ടിക്കായി തിരിയുന്നു. കലോത്സവത്തിന്റെ വേദി അത്യാവശ്യം സജ്ജമായി വരുന്നു, സജീവമാകാൻ പോകുന്നു. 9:00 മത്സരങ്ങൾ ആരംഭിക്കും. അപ്പൊ വീണ്ടും കലോത്സവത്തിന്റെ ഒരു ആംബിയൻസിലേക്ക് ഈ ആശ്രാമം മൈതാനം എത്തുകയും ചെയ്യും. പതുക്കെ തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക്, അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും കലോത്സവ വേദിയിൽ നിന്നുള്ള കാഴ്ചകൾക്ക് ഒക്കെ തൽക്കാലത്തേക്ക് വിരാമമിടാനുള്ള സമയമായി എന്നുള്ളതാണ്. ഇപ്പോൾ സമയമായി അല്ലേ? മറ്റു പോകേണ്ടതുണ്ടല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ വീണ്ടും ചേരും. നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. 12:30 കലോത്സവ കാഴ്ചകളുമായി കലകലാരവം ഉണ്ടാകും. വീണ്ടും മടങ്ങിയെത്താം. അപ്പോൾ ടാറ്റ. അപ്പോൾ തൽക്കാലത്തേക്ക് ടാറ്റ.